ഇന്ന് ആരും വീഡിയോ ഓൺ ആക്കില്ലെന്നുള്ള വാശിക്ക് ഇന്ന് ഞാൻ ഓഫ് ആക്കി. യെസ്, നമസ്കാരം. സുഷിനെ ഏത് ഹോട്ടലാ സുഷിനെ? ഈ അനില് കാരണം ആകെ പ്രശ്നമായി. മൊത്തം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറി. ഞാൻ മാത്രമേ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത്. ഞാൻ ട്രാൻസിസ് സൂട്ടില്. ഇന്നങ്ങനെ തുടങ്ങല്ലേ? ഒരു കാര്യമുണ്ട്, വീഡിയോ ഒന്നും ഓൺ ആകില്ലെങ്കിൽ കാര്യങ്ങൾ വർക്കൗട്ട് ആവില്ല കേട്ടോ. സാക്കിർജി തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ വിഷയം എന്താ? രസം എന്ന് വെച്ചാൽ സെയിൽസ് മാസ്റ്റർ അറ്റൻഡ് ചെയ്യുന്നവർ വന്നിട്ടില്ല എന്നുള്ളതാ രസം. ഓക്കെ, 9 മണിയായി. ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. എത്തർക്കം പറയും. എന്തൊക്കെയാണ് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ? ആർക്കെങ്കിലും ഇതിനൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പറയും. സെയിൽസിനോട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ബിസിനസിനോട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ രാവിലെ സംസാരിക്കണം. ഇപ്പൊ സെയിൽസ് സംസാരിക്കുകയാണ്. യെസ്, പറയും. എന്താണ് സെയിൽസ്? എന്താണ് സെയിൽസ് നേരിടുന്ന പ്രശ്നങ്ങൾ? എനിവൺ ആരുല്ലേ? ഭയങ്കര പോരാട്ടം. ടീം ബിൽഡിംഗ്. പിന്നെ സെയിൽസിന് സംസാരിക്കുമ്പോഴാണ് ടീം ബിൽഡിംഗ്. ടീം ബിൽഡിംഗ് ടീമില്ല, അതുകൊണ്ടല്ലേ. നമുക്ക് സെയിൽസ് സംസാരിക്കാം, ടീമിനുണ്ടാക്കാം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ടീം ബിൽഡിംഗ് ആയിരുന്നു. ഓക്കെ, സിറാജെ തുടങ്ങല്ലേ നമുക്ക്? ഇങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, വീഡിയോ ഓൺ ആക്കാതൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മൾ സംസാരിക്കുക? യെസ്, ഓരോരുത്തരായിട്ട് വരട്ടെ. ഓക്കെ, പരമാവധി കഴിയുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്യൂ, എങ്കിലല്ലേ നമുക്ക് കണ്ടു സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വിശ്വാസം അതല്ലേ എല്ലാം, അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ നമ്മൾ സെയിൽസിന്റെ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? എങ്ങനെയാണ് സെയിൽസ് നടക്കുന്നത്? സെയിൽസ് എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സെയിൽസ് നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. സെയിൽസ് നടക്കാത്തതിന് കാരണം നമ്മൾ അന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? അതിൽ ബേസിക്കലി നമ്മൾ കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത് 5 കാരണങ്ങൾ, അല്ലേ? ഓർമ്മയുണ്ടോ? 5 കാരണങ്ങൾ ഏതൊക്കെയാന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചോദിച്ചു നോക്കണോ? ഓക്കെ. മണി ഇല്ലാത്ത പ്രശ്നമായിരിക്കാം. നോ മണി, നോ ടൈം, നോ നീഡ്, നോ അർജൻസി, നോ ട്രസ്റ്റ്. 5 കാര്യങ്ങളാണ് നമ്മൾ അന്ന് മനസ്സിലാക്കിയത്. ഈ 5 കാര്യത്തിൽ ഏതെങ്കിലും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ബേസിക്കലി നമുക്ക് ബിസിനസ് അല്ലെങ്കിൽ സെയിൽസ് സംഭവിക്കാത്തത്. സെയിൽസ് സംഭവിക്കാൻ നമുക്ക് ഈ 5 കാര്യങ്ങളിൽ ഏത് കാര്യങ്ങളും നിർബന്ധമായിട്ട്, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഇല്ലാതായാൽ സെയിൽസ് സംഭവിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? സെയിൽസ് നടക്കണമെങ്കിൽ നമുക്ക് ഈ 5 കാര്യങ്ങൾ വേണം. മണി വേണം, ടൈം വേണം, നീഡ് വേണം, അർജൻസി വേണം, ട്രസ്റ്റ് വേണം. ശരിയല്ലേ? ഈ 5 കാര്യങ്ങൾ. പക്ഷേ ബേസിക്കലി ഒരു കസ്റ്റമർ നമ്മുടെ കസ്റ്റമറായിട്ട് തുടരണം, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് വരണം. ഒരു കസ്റ്റമർ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സെയിൽസിന്റെ ഒരു വാചകം എന്താണ്? ലെറ്റ് ദ കസ്റ്റമർ ബൈ ഇറ്റ്. വി ഡോണ്ട് ഡു ദ സെയിൽസ്, ലെറ്റ് ദ കസ്റ്റമർ ബൈ ഇറ്റ്, അല്ലെ? അപ്പോ ഈ കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സെല്ല് ചെയ്യാതെ കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതൊരൊറ്റ കാര്യത്തിന്റെ പുറത്ത് മാത്രമേ നടക്കുള്ളൂ. ദാറ്റ്സ് കോൾഡ് ട്രസ്റ്റ്.
നിങ്ങളെ വിശ്വാസമുള്ള ഒരാൾ മാത്രമേയാണ് നിങ്ങളുടെ അടുത്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ തയ്യാറാവുകയുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ടാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. പല കമ്പനികളും ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കല്യാൺ സിൽക്സിന്റെ ടാഗ് ലൈൻ ആണ് എന്ത്, കല്യാൺ ജ്വല്ലേഴ്സിന്റെ അല്ലെ, വിശ്വാസം അതല്ലേ എല്ലാം. അതേപോലെ തന്നെ നമ്മൾ അറ്റ്ലസ് രാമചന്ദ്രൻ സാറിന്റെ ഏറ്റവും പ്രശസ്തമായ വാചകമുണ്ട് അല്ലെ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഈ വിശ്വാസം എന്ന് ഉറപ്പിക്കുന്നതാണ് പല കമ്പനികളും അവരുടെ ബ്രാൻഡിങ്ങിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം ഉറപ്പിക്കുന്ന വാക്കുകളാണ്. ബ്രാൻഡിങ്ങിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ഈ വിശ്വാസം. അപ്പൊ വിജയേട്ടന്റെ ഫർണിച്ചർ ഷോപ്പിനെ ആളുകൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ ഒരു ബ്രാൻഡിങ് ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് ട്രസ്റ്റ്, വിശ്വാസം. അപ്പൊ നമ്മളോട് അടുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമർക്ക് നമ്മൾ വിശ്വാസം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അവിടെ സാധനം. എന്റെ ചോദ്യം ഇത്രയാണ്, നിങ്ങളുടെ കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല എന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലേക്ക് നിങ്ങൾക്ക് കസ്റ്റമർ നിങ്ങളുടെ കമ്പനിയിൽ സെയിൽസ് നടക്കുന്നില്ലെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോബ്ലം, പ്രധാനപ്പെട്ട പ്രോബ്ലം സെയിൽസ് ഇല്ലായ്മയാണ്, ലെസ് ബിസിനസ് ആണ്, കസ്റ്റമർ പൈസ ഇല്ല അല്ലെങ്കിൽ കസ്റ്റമർ വരുന്നില്ല എന്നുള്ളതാണെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറുടെ മുകളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ എടുത്തോളൂ. സിറാജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിറാജിന്റെ ബിസിനസ് എന്ന് പറയുന്നത്, സിറാജിനെ പോലെ എത്രയോ ആളുകൾ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, സിറാജിനെ പോലെ എത്രയോ ആളുകൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഒരാൾ സിറാജിന്റെ പ്രൊഡക്റ്റ് വാങ്ങണം അല്ലെങ്കിൽ സിറാജിന്റെ പ്രൊഡക്റ്റിന്റെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് സിറാജിനോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കും. ശരിയല്ലേ? അത് സിറാജിന്റെ റേറ്റ് ആണോ? സിറാജ് സാധാരണ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എക്സ്പേർട്സുകൾ ചെയ്യുന്നതിനേക്കാൾ 10% അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 2% റേറ്റ് കുറച്ചിട്ടാണോ വാങ്ങുന്നത്? ആവണമെന്നില്ല, സെയിം ആയിരിക്കും വാങ്ങുന്നുണ്ടാവുക അല്ലെ? നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചിട്ടാണോ മേടിക്കുന്നത്? ആയിരിക്കണമെന്നില്ല. നമ്മൾ പറയുന്നത് ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നു, റേറ്റ് നമ്മൾ കൊടുക്കുന്നു. അപ്പോ വൺസ് സിറാജ് എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ സിറാജിന്റെ കമ്പനിയെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് കസ്റ്റമർ, ഈവൻ ദോ കസ്റ്റമർ ഈ സിറാജിന്റെ റേറ്റ് കൂടുതലാണെങ്കിൽ പോലും സിറാജിന്റെ പ്രോഡക്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ സിറാജിന്റെ സർവീസ് വാങ്ങാൻ തയ്യാറാവുന്നത്. റൈറ്റ്? ഇത് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് സെയിൽ ഇല്ലാത്തത്. അല്ലാണ്ട് നിങ്ങളുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട്, നിങ്ങളുടെ പ്രോഡക്റ്റിന് പ്രൈസ് കുറവാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതാണ്, ഇതൊന്നും ആളുകൾ നോക്കില്ല. വൺസ് ദേ ഹാവ് ട്രസ്റ്റ് ഓൺ യു, നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം 23 പേര് എന്റെ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്യുന്നു? എത്രയോ ബിസിനസ് ട്രെയിനേഴ്സിന്റെ ക്ലാസ്സുകൾ പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സെയിൽസ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സംഭവം യൂട്യൂബിൽ ലൈവായിട്ട് യൂട്യൂബിൽ റെക്കോർഡ് ക്ലാസ് ആയിട്ട് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഡിജിലിനെ പോലെ ആളുകൾ പേയ്മെന്റ് തന്നുകൊണ്ട് എന്റെ അടുത്ത് പഠിക്കാൻ വരുന്നത്? സാക്കിർജിയെ പോലെ വിജയേട്ടനെ പോലുള്ള ആളുകൾ എന്റെ അടുത്ത് പൈസ തന്നുകൊണ്ട് പഠിക്കാൻ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചു. വിജയേട്ടൻ എന്റെ അടുത്ത് എനിക്ക് പൈസ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിരിക്കുന്നതിന് കാരണം ഞാൻ പറയുകയാണ്, അവർ വെച്ചിട്ട് വിജയേട്ടൻ ഞാൻ നല്ല തടിയുള്ള ആളാണ്, നല്ല ആരോഗ്യം എനിക്കുണ്ട്, എന്റെ ശബ്ദം ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണോ വിജയേട്ടൻ എന്നെ വാങ്ങിയത്? വിജയേട്ടന് ഒരു വിശ്വാസമുണ്ട്. എന്താണ്? വിജയേട്ടന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വിജയേട്ടന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെയോ കാര്യങ്ങള് ശ്രീജിത്തിന്റെ അടുത്ത് നിന്ന് കിട്ടും. ശ്രീജിത്ത് അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പൈസ സ്പെൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. എല്ലാ പോയിന്റും എനിക്ക് ഗുണപ്പെടുന്നില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടും. ഈ വിശ്വാസം കൊണ്ടല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി 9 മണിക്ക് മക്കളോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയോടൊപ്പം അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരോടൊപ്പം ഇരിക്കേണ്ട സമയമല്ലേ? വൈകുന്നേരം 2 അടിച്ചിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പോകേണ്ട സമയമല്ലേ? അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് TV കണ്ടിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമല്ലേ? ഒന്നുമില്ലെങ്കിൽ പുറത്തേക്ക് മറ്റേ ചാരു കസേരയിൽ കാലും നീട്ടിയിരുന്നിട്ട് കാറ്റ് കൊള്ളാൻ പറ്റുന്ന സമയമല്ലേ? എന്തിനാ ഈ സമയത്ത് എന്റെ മുന്നിൽ അങ്ങനെ വന്നിരിക്കേണ്ടത്?
ഇതാണ് ട്രസ്റ്റ് ക്രിയേറ്റിംഗ്. ഞാൻ പറഞ്ഞ എന്നെ കുറിച്ച് പൊക്കി പറയാനല്ല ഞാൻ പറഞ്ഞത്. ഓൺലി ബിക്കോസ് ഓഫ് ദ ട്രസ്റ്റ് യു ഗൈസ് കെയിം ഹിയർ ആൻഡ് അറ്റൻഡ് ദിസ് പ്രോഗ്രാം. ദേ ഓരോരുത്തരായിട്ട് വീഡിയോ ഓൺ ആക്കി വരുന്നുണ്ട്. അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? വെരി സിമ്പിൾ. ചായ കുടിക്കണം സാറേ. എന്ത് ചായല്ലേ? സാറിന്റെ സൗണ്ട് തീരെ കേൾക്കണില്ലല്ലോ, ക്ലിയർ ആവുന്നില്ല. അത് യുവർ പ്രോബ്ലം, നോട്ട് മൈ പ്രോബ്ലം. എന്റെ പ്രോബ്ലം അല്ലല്ലോ. ആദ്യം എന്താ പറയാ, ചെവി നന്നാക്കി തുടക്കി, എന്നിട്ട് ഫോണൊക്കെ ശരിയാക്കി. ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? സൗണ്ട് ക്ലിയർ ആണ്. കേക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അപ്പൊ രാഹുലിന്റെ പ്രശ്നമാണ്. അപ്പൊ രാഹുലെ എന്നോടുള്ള വിശ്വാസം മാത്രം പോരാ, സ്വന്തം മൊബൈലിനോടും സ്വന്തം ചെവിയോടും കുറച്ചുകൂടി വിശ്വാസം വേണം നിർബന്ധമായിട്ടും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഒരു കസ്റ്റമർ ആയിട്ട് ഒരാള് പൈസ തന്നുകൊണ്ട് വരണത് എന്നുള്ളത് ഒറ്റ സിമ്പിൾ കാര്യമുള്ളൂ. നമ്മളെ വിശ്വസിക്കണം. എത്ര ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ട് രമേശ് നമ്മുടെ നാട്ടിൽ? എത്ര ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ്? നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആയിരക്കണക്കിന് പേര് നമ്മുടെ നാട്ടിലുണ്ട്. Then why these people are coming to you? Why you have customers? ഷനോഷ് നമ്മളെ ബേസിക്കലി നമ്മൾ പുതിയ ആളാണ്. ഞാൻ ഇതുവരെ ഷനോഷിനെ കണ്ടിട്ടില്ല. അപ്പൊ ഷനോഷ് ഇങ്ങോട്ട് വന്ന് പഠിക്കണമെന്ന് പറഞ്ഞ ആളാണ്. ഷനോഷ് പറയും, ഷനോഷ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, സെയിൽസ് നേരിടുന്ന പ്രശ്നം പറ. നമുക്ക് ബാക്കിയുള്ളത് അവിടെ സംസാരിച്ചു പറയാം. എനിക്ക് സത്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, അതായത് ബിസ്ക്കറ്റ് ഒക്കെ ഇല്ലേ, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്. സ്വർണ്ണ ബിസ്ക്കറ്റ് അല്ലല്ലോ? ഇല്ലില്ല, കഴിക്കുന്ന ബിസ്ക്കറ്റ് ബ്രിട്ടാനിയ. അപ്പൊ അതുണ്ടാക്കുന്ന പ്ലാനിലായിരുന്നു നമ്മൾ ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ ബോയിലർ എറിക്ഷൻ പൈപ്പ് ലൈനിന്റെ വർക്ക്, അത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് പ്രൊജക്ട് ആയിരുന്നു അത്. അപ്പൊ അത് ഞങ്ങളാണ് അത് എക്സിക്യൂട്ടീവ് ചെയ്ത് ഇൻസ്റ്റാളേഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തത്. ഇപ്പോ നമ്മളിപ്പോ പൈപ്പ് ലൈനിന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ പ്രൊജക്ട് എടുത്തപ്പോ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഇപ്പോ ഗുജറാത്തില് ലോത്തൽ എന്ന് പറഞ്ഞ സൈറ്റാണ്. അവിടെ മ്യൂസിയത്തിന്റെ, നേവിയുടെ വലിയൊരു മ്യൂസിയം ഉണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്പർ വലുതാവും അത്. എവിടെ വീട്? ഷനോഷിന്റെ വീട് എവിടെയാ? മലപ്പുറം. മലപ്പുറത്ത് എവിടെ? മലപ്പുറത്ത് പൊന്നാനി. പറഞ്ഞു. ഏത് സ്ഥലം അറിയാം നമുക്ക്? മലപ്പുറം അറിയാം. അപ്പൊ ഇപ്പൊ ചെയ്യുന്നത് മ്യൂസിയത്തിന്റെ പൈപ്പ് ലൈൻ, ചില്ലറിന്റെ ബിൽഡിംഗ് തണുപ്പിക്കാൻ. എന്റെ ചോദ്യം, മലപ്പുറത്ത് നടക്കുന്ന ഷനോഷിന് എങ്ങനെ ഗുജറാത്തിൽ നിന്ന് പണി കിട്ടി? അത് കണക്ഷൻ. എന്ത് കണക്ഷൻ? ആരായിട്ടുള്ള കണക്ഷൻ? അത് കമ്പനികളായിട്ടുള്ള കണക്ഷൻ, അത് മാനേജർ, ടോപ്പ് മാനേജ്മെന്റുമായിട്ടുള്ള കണക്ഷൻ ആയിട്ട്. അതെങ്ങനെ വന്നു ആ കണക്ഷൻ? ആ മാനേജർമാർക്ക് ഷനോഷിന്റെ വിശ്വാസം വന്നു? നമ്മൾ വർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തത് അവിടുന്ന് റെഫറൻസ് വഴിയാണ് കിട്ടിയത്. ഷനോഷിന് ഈ റെഫറൻസ് വഴിയല്ലേ ബിസിനസ് കിട്ടിയത്? അതെ. ഷനോഷിന്റെ ക്വാളിറ്റി മാത്രം കണ്ടുകൊണ്ടാണ് ഷനോഷ് വിശ്വസിക്കുന്നുണ്ടോ? ക്വാളിറ്റി മാത്രം ആവുമായിരിക്കും. ഷനോഷെ ക്വാളിറ്റി മാത്രമല്ല, ഷനോഷെ എന്താ പറയുക, ഷനോഷിന്റെ പ്രൈസിങ് മാത്രമല്ല, ഷനോസ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ താങ്കളുടെ കമ്പനി കൊടുക്കുന്ന സർവീസിലോടുള്ള ട്രസ്റ്റ് ആണ്. അങ്ങനെ റെഫറൻസ് കിട്ടുള്ളൂ. ഒരു വർക്ക് കിട്ടാൻ ഓക്കെയാണ്, ചിലപ്പോൾ പ്രൈസും ക്വാളിറ്റിയും ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങളോടുള്ള ട്രസ്റ്റ് ആണ്. ഷനോഷ് ഒറ്റ കാര്യം ചോദിക്കുള്ളൂ, ഇപ്പൊ ഉള്ള ഒരു വർക്കില്ലേ അല്ലെങ്കിൽ 2 വർക്ക്, എത്ര വർക്ക് വെച്ചാൽ ഇതൊരു കണക്ഷന്റെ പുറത്തല്ലേ കിട്ടിയത്? അതെ. അങ്ങനത്തെ ഒരു 100 കണക്ഷൻ തനിക്കുണ്ടെങ്കിൽ ഷനോഷിന്റെ ബിസിനസ് എവിടെ പോയി നിൽക്കും? വലിയൊരു ബിസിനസ് ആവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദാറ്റ്സ് കോൾഡ് ട്രസ്റ്റ്. ഇപ്പൊ വിശ്വാസം വന്നോ? പക്ഷെ ഞാൻ ഇപ്പൊ ഫേസ് ചെയ്യുന്നത് പറഞ്ഞാല്, നമുക്കിപ്പോ ഒരു വർക്ക് കഴിഞ്ഞ് ആ പൈസ കിട്ടാൻ നമുക്ക് ഏകദേശം ഒരു 60 ദിവസം ടൈം എടുക്കും. അതിന്റെ ഇടയിൽ കുത്തിന് പിടിക്കണം. അത് അവരുടെ പ്രൊസീജിയർ അങ്ങനെയാണ്. അത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ വർക്ക് ഓർഡർ ഒക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 60 ദിവസം കഴിഞ്ഞിട്ട് പേയ്മെന്റ്. അത് നമുക്ക് ക്യാഷ് ഫ്ലോ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വേറൊരു ദിവസം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ സംസാരിക്കും രാവിലെ. ഓക്കെ, ഇന്നത്തെ വിഷയം നമ്മുടെ ക്യാഷ് ഫ്ലോ അല്ലാത്തത് കൊണ്ട് നമ്മൾ അത് തൽക്കാലം തെന്നി മാറണം. ഓക്കെ, ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഷനോഷിനാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കാണെങ്കിലും ബിസിനസ് കിട്ടുന്നതിന് പ്രധാനപ്പെട്ട കാര്യം, സെയിൽസ് നടക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ട്രസ്റ്റ് ആണ്. ആണോ? ഈ ട്രസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? എനിക്കെന്നുള്ളത് ഉത്തരങ്ങളല്ല, എനിക്കെന്നുള്ളത് 4 ചോദ്യം. നിങ്ങളോട് എനിക്ക് 4 ചോദ്യം. ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ, ഇന്ന് ചോദിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നാളെ ചോദിക്കും വൈകുന്നേരം, അത്രേ ഉള്ളൂ.
പക്ഷെ ഇന്നലെ എനിക്കുള്ളത് ചോദ്യമാണ്. എന്റെ ചോദ്യം ഇത്രയാണ്. നമ്പർ 1, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് സംസാരിക്കുന്നത് കസ്റ്റമറുടെ ഭാഷയിലാണ്. പക്ഷെ അനുഷ് ഞാൻ ഹിന്ദി പഠിച്ചിട്ടുണ്ട് സാറേ, ഹിന്ദിയിലെ സംസാരിക്കും. അല്ല, ഹിന്ദിയിലാണോ ഇംഗ്ലീഷിലാണോ സംസാരിക്കുന്നത്, മലയാളത്തിൽ മറ്റേ മലപ്പുറം ഭാഷയാണോ സംസാരിക്കുന്നത്? അല്ല ഞാൻ ചോദിക്കുന്നത്. കസ്റ്റമർക്ക് മനസ്സിലാവുന്ന, കസ്റ്റമർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷയിലാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഇതാണ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ മാർഗം ഞാൻ ഈ പറയുന്നത്. നമ്മൾ ബേസിക്കലി കസ്റ്റമർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മുടെ കമ്മ്യൂണിക്കേഷനും കൃത്യമായാൽ മാത്രമേ കസ്റ്റമർ നമ്മളെ വിശ്വസിക്കൂ. സാധനം വാങ്ങുന്നല്ല ഞാൻ പറയണേ, വിശ്വസിക്കൂ. ആണോ? വിജയേട്ടന്റെ നാട്ടിൽ നിന്ന് ഞാൻ പറയും, ഞാൻ ജുഹൈനോട് സംസാരിക്കുമ്പോ ജുഹൈന വിചാരിക്കും, ചോദിക്കുന്നോട് ഇപ്പൊ കുറച്ച് മെസ്സേജ് അയച്ചു, സാറേ ചായ ഒക്കെ കുടിച്ചോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ അവിടെ തിരിച്ച് മെസ്സേജ് അയച്ചത്, ഇവിടെ ചായ കുടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് ചോറിനുള്ള സമയമായിരുന്നു. അത് ഞാൻ സംസാരിക്കുമ്പോൾ, ജുഹൈനോട് സംസാരിക്കുമ്പോൾ ജുഹൈനയുടെ മലപ്പുറം ഭാഷയിലെ ഹൃദയത്തിന് ഹാർട്ട് ടു ഹാർട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ജുഹൈന അവിടെ നിന്ന് അയച്ചോ, ഞാനും ചോറിനാൻ പോവാണ്. എന്നാൽ ഞാൻ രമേശോട് സംസാരിക്കുമ്പോൾ ഞാൻ മലപ്പുറം ഭാഷ സംസാരിച്ചാൽ ശരിയാവുമല്ലോ? ഇയാളെന്ന് ഇങ്ങനെ സംസാരിക്കണം. ചില ആളുകളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ്, ഞാൻ പറഞ്ഞ ലാംഗ്വേജ് അല്ല ഞാൻ പറയുന്നത്, ഹൃദയത്തിന്റെ ഭാഷയാണ്. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ എപ്പോ തയ്യാറാകും, അപ്പോഴാണ് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ വിശ്വസിച്ച് തുടങ്ങുന്നത്. അജ്മൽ ഭായ്, കച്ചവടം കുറവാണ്, നമുക്ക് കാര്യങ്ങൾ ക്ലച്ച് പിടിച്ച് വരണേ ഉള്ളൂ, കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ എന്നുള്ളതിന് അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, അല്ലെ? അജ്മൽ ഭായ്, നിങ്ങൾ സംസാരിക്കേണ്ടത് ഹൃദയത്തിന്റെ ഭാഷയിലാണ്. നമ്മൾ എപ്പോഴും പറയില്ലേ, വോട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കുന്ന, ഹൃദയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് എന്നൊക്കെ പറയാറില്ലേ? ആ ഹൃദയത്തിന്റെ ഭാഷ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. പലപ്പോഴും സംസാരിക്കുന്നത് ഭയങ്കര ഒഫീഷ്യൽ ആയിട്ട്, ഭയങ്കര എന്താ പറയാ, ഫോർമൽ ആയിട്ട്. ഇപ്പൊ B2B ആണെങ്കിലും B2C ആണെങ്കിലും ഫോർമൽ ആയിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നത്തിങ് വിൽ ഹാപ്പൻ. ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ മലയാളം ഭാഷ അല്ലെങ്കിൽ ഹിന്ദിയിലെ ഫോർമൽ വാക്കുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ സംസാരിക്കാത്തോടത്തോളം കാലം, അത് സാറേ ഞാൻ കസ്റ്റമറെ കാണുന്നില്ല പിന്നെ എങ്ങനെ സംസാരിക്കുക? നിങ്ങളുടെ ഈവൻ പോസ്റ്റർ ഉണ്ടല്ലോ, പോസ്റ്റർ, ആ പോസ്റ്റർ പോലും സംസാരിക്കേണ്ടത് ഹൃദയത്തിന്റെ ഭാഷയാണ്. എവിടുന്നെങ്കിലും കുറച്ച് ഇംഗ്ലീഷ് വാക്ക് കിട്ടിയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചോ, നിങ്ങളുടെ പരസ്യത്തിന് വേണ്ടി ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചോ. ഇപ്പൊ ഇന്ന് സുഷിൻ ഇട്ടിരിക്കുന്ന അടിച്ചു കയറി വാ, നമ്മുടെ മറ്റേ സിനിമ നടന്നത് പേരെന്തായിരുന്നു, മറന്നുപോയി. അദ്ദേഹം ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫഹദ് ഫാസിൽ അടിച്ചു കയറി വായോ, അടിച്ചു കയറി വാ അതല്ല, റിയാസ് ഖാൻ പറ അടിച്ചു കയറി വാ. അതൊരു ഹൃദയത്തിന്റെ ഭാഷ ആയതുകൊണ്ടാണ് അത് ഭയങ്കര ഹിറ്റായി പോയത്. ആൾക്കാരോട് സംസാരിക്കും. പല സിനിമാ ഡയലോഗുകളും നമ്മൾ ലാലേട്ടന്റെ സിനിമാ ഡയലോഗുകളാണെങ്കിലും അല്ലെങ്കിൽ മമ്മൂക്കയുടെ സിനിമാ ഡയലോഗുകളാണെങ്കിലും അല്ലെങ്കിൽ പല ആളുകളുടെ സിനിമാ ഡയലോഗുകൾ നമ്മൾ ഓർത്തു വെക്കുന്നത് എന്താണ്? അത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ഞാൻ ആദ്യം ചോദിക്കുന്നത്, ആർ യു ടോക്കിംഗ് ദ കസ്റ്റമർ ലാംഗ്വേജ്? കസ്റ്റമറുടെ ലാംഗ്വേജ് ആണോ, കസ്റ്റമറുടെ ഭാഷയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. ആണോ? അല്ലെങ്കിൽ ഇന്ന് മുതൽ, നാളെ മുതലല്ല, ഇന്ന് മുതൽ, നമുക്ക് ലോട്ടറി കച്ചവടമില്ല, നാളെ ഇല്ല, ഇന്ന് മുതൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത്. ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല ഗുണം എന്താ അറിയോ? ഞാൻ ഷാനോഷിനോട് സംസാരിക്കുന്നു, ഞാൻ അജ്മൽ ഭായോട് സംസാരിക്കുന്നു, ഞാൻ ഈവൻ അനൂപ് എന്നെ വിളിച്ചു, അനൂപിനോട് സംസാരിക്കുന്നു, ഞാൻ രമേശോട് സംസാരിക്കുന്നു. രമേശ്, എപ്പോഴെങ്കിലും താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഞാൻ വളരെ ഫോർമൽ ആയിട്ട് ഒരു ബിസിനസ് ട്രെയിനർ
എങ്ങനെയായിരിക്കണം അങ്ങനെ സംസാരിക്കുന്ന ഒരാളായിട്ട് താങ്കൾക്ക് ഏതെങ്കിലും സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടോ? പറയും. ഇല്ല. അതുകൊണ്ടാണല്ലോ താങ്കൾ എന്റെ മുന്നിൽ വന്നിരിക്കുന്നത്, അല്ലെ? എന്റെ ട്രെയിനിങ്ങിൽ ഞാൻ അന്ന് സംസാരിച്ച ട്രെയിനിങ്ങിൽ എന്നെ ആദ്യത്തെ ദിവസം അന്നാണ് കാണുന്നത്, ഓഗസ്റ്റ് 15 കാണുന്നത്. ആതിരയ്ക്ക് ഫീൽ ചെയ്തോ ഞാൻ ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വലിയ ഭയങ്കര എന്താ പറയാ ഫോർമൽ തന്നെ പറയാം, കുറച്ച് വേണമെങ്കിൽ ജാടാന്നൊക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ സംസാരിക്കുന്ന ആളെ തോന്നിയോ? ഇല്ല സാറേ, ഞാൻ അതാണ് എന്നെ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത്. അതാണ് കസ്റ്റമർ. അതുകൊണ്ടാണ് ആതിര രാത്രി 9 മണിക്ക് സമാധാനപരമായിട്ട് ഫാമിലിയുടെ ഒപ്പം ചെലവഴിക്കേണ്ട സമയത്ത് എന്റെ മുന്നിൽ വന്നിരിക്കുന്നതിന് കാരണം. അപ്പോ ഡിജിലെ, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. എന്റെ ചോദ്യം ഇത് നിനക്ക്, ഇവിടുത്തെ എല്ലാവരുടെ ഡിസ്കഷൻ നിനക്ക് നേരിട്ടൊന്ന് സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഈ ഭാഷ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ആതിരയുടെ പെയിൻ എന്താന്നുള്ളത് മനസ്സിലാവും. ആതിരയ്ക്ക് തലവേദന ഉണ്ടോ നടുവേദന ഉണ്ടോ എന്നുള്ളതല്ല, ആതിരയുടെ ബിസിനസ്സിലുള്ള പ്രോബ്ലം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് അവരുടെ ഭാഷ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, കസ്റ്റമറുടെ പെയിൻ എന്താണെന്നുള്ളത്, പെയിൻ പോയിന്റ് എന്താണെന്നുള്ളത് മനസ്സിലാവും. അത് മനസ്സിലായുള്ള ഗുണം എന്താ? നമ്മുടെ പണി എന്താ? നമ്മുടെ പണി എന്ന് പറയുന്നത് കസ്റ്റമറുടെ പെയിനിന് സൊല്യൂഷൻ കൊടുക്കുന്നതാണല്ലോ. ആ സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആ സൊല്യൂഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ, ആ പെയിൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഷാനോഷിനെ സംബന്ധിച്ചിടത്തോളം പൈപ്പ് ലൈനോട് ബന്ധപ്പെട്ടുള്ള ഏത് വർക്കും, എങ്ങനത്തെ വർക്കും ഷാനോഷിന് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ ഇരിക്കുന്ന ആ കസ്റ്റമറിനല്ലോ, ആ കസ്റ്റമർക്ക് ആ ഫാക്ടറിയിൽ നടക്കുന്നത് ഇങ്ങനെ കാര്യങ്ങളാണ്, ഇത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിനെ നമുക്ക് സോൾവ് ചെയ്യണം എന്ന് ആ കസ്റ്റമർ തുറന്നു പറയുമ്പോഴല്ലേ ഷാനോഷിന് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റുക. ഒരു ഫാക്ടറി വരുന്നു, ആ ഫാക്ടറി വരുന്നതിന് മുന്നേ പൈപ്പ് ലൈൻ ചെയ്യണ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഷാനോഷിന്റെ അടുത്ത് ഒരാൾ വരികയാണ്, അല്ലെങ്കിൽ ഷാനോഷിനെ പോലെ ഒരുപാട് കോൺട്രാക്ടേഴ്സ് ഉണ്ട്, അവരോടൊക്കെ പറയാണ് ഇവര് എനിക്കൊരു ഫാക്ടറി പൈപ്പ് ലൈൻ ചെയ്യണം എന്ന് പറയാണ്. ആ സമയത്ത് ഷാനോഷ് അവിടുത്തെ പ്രശ്നം എന്താണെന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് കസ്റ്റമറോട്, സാർ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്, അതിന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം സാറേ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് കിട്ടുന്നത് വർക്ക് ഓർഡറാ ആണോ? അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കൊട്ടേഷൻ വെച്ചിരിക്കുന്ന സമയത്ത് ഷാനോഷി ഇറങ്ങിയിട്ട് ആ കസ്റ്റമറുടെ പെയിന് അവിടെ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ അവന്റെ ടേബിളിൽ സൊല്യൂഷൻ കൊടുക്കുമ്പോ എന്നാ ഷാനോഷ് മതി, പൈസ പ്രശ്നമല്ല എന്ന് ആര് പറയും? കസ്റ്റമർ പറയുമോ? അജ്മൽ ഭായ്, പ്ലാൻ വരയ്ക്കുന്നതിന് മുന്നേ കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയാണ് പ്ലാൻ വരയ്ക്കേണ്ടതെന്നുള്ളത്. ഞാൻ ഇപ്പൊ ഇന്ന് അജ്മൽ ഭായ് ഞാൻ ആലോചിച്ചു, ഏതാ വേലയില്ല പട്ടത്താരി VIP എന്ന് പറയുന്ന സിനിമ. അതില് ഒരു ആളുടെ മുന്നില് ഒരു ബിൽഡിംഗ് ഹോസ്പിറ്റലിന്റെ ഇത് കൊടുക്കുന്ന ഒരു സീനുണ്ട്. ധനുഷ് വന്നിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മറ്റേതായ കാജലോ അല്ല, സിനിമ തട്ടിലെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. നിഷ, സിനിമ തട്ടിലെ പേരെന്തായിരുന്നു? കജോള് വന്ന് സംസാരിക്കുന്നു, അതേപോലെ തന്നെ ധനുഷ് വന്ന് സംസാരിക്കുന്നു. രണ്ടുപേരും ഒരേ കാര്യം തന്നെ സംസാരിച്ചിരിക്കുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും ധനുഷ് സംസാരിച്ചത് കസ്റ്റമറുടെ ലാംഗ്വേജിലാണ്, കസ്റ്റമറുടെ പെയിൻ എന്താന്ന് മനസ്സിലാക്കാനാണ്, അതിനുള്ള സൊല്യൂഷനാണ് അവിടെ കൊടുത്തത്. ആര്? ധനുഷ് കൊടുത്തത്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. അതുപോലെ തന്നെ ആയിരിക്കണം അജ്മൽ ഭായ്. അതിൽ പ്ലാനും കാര്യങ്ങളാണ്, പുള്ളി ജസ്റ്റ് ഒരു പ്ലാൻ വെച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, കൃത്യമായിട്ട് നിങ്ങൾ സൊല്യൂഷൻ കൊടുക്കേണ്ടത്, കസ്റ്റമറുടെ പെയിൻ പോയിന്റ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു കസ്റ്റമറും നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ല മേടിക്കുന്നത്, രമേശ് ഭായിയുടെ പ്രോഡക്റ്റിന്റെ ഗുണമല്ല, അല്ലെങ്കിൽ രമേശ് ഭായിയുടെ പ്രോഡക്റ്റ് അല്ല മേടിക്കുന്നത്. രമേശ് ഭായ് പറയുകയാണ് എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ വാങ്ങിക്കുന്നത് രമേശ് ഭായിയുടെ പ്രോഡക്റ്റ് അല്ല. രമേശ് ഭായ് അത് HDFC എന്നുള്ളതല്ല, ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ കൊടുത്താലും ആ പ്രൊഡക്റ്റ് അല്ല വാങ്ങുന്നത്. കസ്റ്റമർ വാങ്ങിക്കുന്നത് അവന്റെ ഒരു പ്രശ്നത്തിലുള്ള സൊല്യൂഷനാണ്. അവനൊരു പെൻഷൻ ഫണ്ട് ആയിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അവർ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അവന്റെ മനസ്സിൽ 5 കൊല്ലം കഴിഞ്ഞാൽ ഇത്ര രൂപ വേണമെന്നായിരിക്കും അവന്റെ മനസ്സിലുണ്ടായിരിക്കുക. അതിനുള്ള ഒരു സൊല്യൂഷനാണ് അവൻ മേടിക്കുന്നത്. ഈ സൊല്യൂഷൻ മേടിക്കണമെങ്കിൽ അവന്റെ പെയിൻ പോയിന്റ് നമ്മൾ അറിയണ്ടേ, അത് പറഞ്ഞു കൊടുക്കണ്ടേ. അതിനാണ് ഞാൻ പറഞ്ഞത്, അതിനാണ് ഞാൻ ചോദിച്ചത്, പറയല്ലേ ചോദിച്ചത്, ആർ യു ടോക്കിംഗ് ദ കസ്റ്റമർ ലാംഗ്വേജ്?
ഞാൻ നിന്നിങ്ങനെ വളരെ സ്ലോ ആയിട്ടേ പോകുള്ളൂ സിറാജെ, ഇന്ന് മെല്ലെ പോകുന്നുള്ളൂ. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് നിങ്ങൾ ഓരോ ചുറ്റികെടുത്ത് അടിക്കണ അടിയാണ്. വെരി സീരിയസ്ലി കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളെ കുറിച്ചല്ല, കസ്റ്റമറുടെ പ്രോബ്ലത്തിനെ കുറിച്ച് വേണം സംസാരിക്കാൻ. ധനോഷ് പറയാണ് ഞാൻ ടാറ്റയുടെ പൈപ്പാണ് സാറ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യമില്ല. സാറേ ഞാൻ സി ക്ലാസ് പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യമില്ല. അവന്റെ പ്രശ്നം എന്താണ്, അതിന് ഇന്ന പൈപ്പ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കൊടുത്താൽ അവനൊക്കെ. ഇതൊക്കെ എങ്ങനെയാ എനിക്ക് അറിയണമെന്നല്ലേ ഷനോഷെ, ഈ സി ക്ലാസും ബി ക്ലാസ്സും ഒക്കെ? അതെ അതെ. ചോദ്യല്ലേ? സാറ് നോക്കിണ്ടാവും. ചോദ്യല്ലേ? ഈ പണി ഞാനും എടുത്തിട്ടുണ്ട്. അപ്പൊ നീ പറഞ്ഞില്ലേ ഷനൂഷ് പറഞ്ഞില്ലേ കുറെ പൈസ രണ്ട് മാസമൊക്കെ സാറേ പൈസ കിട്ടാന്നുള്ളത്. എടപ്പള്ളി ജംഗ്ഷനിൽ ലുലുവിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഹോട്ടൽ ബിൽഡിംഗ് എനിക്ക് ഇപ്പോഴും തരാണ്ട് 5 ലക്ഷം രൂപ. അന്ന് ഫയർ ഫൈറ്റിങ്ങിന്റെ കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ. മനസ്സിലായില്ലേ? ബി ക്ലാസ് സി ക്ലാസ് എവിടെ ഉപയോഗിക്കേണ്ടത്, ബി ക്ലാസ് എവിടെ? അപ്പൊ ഞാൻ തന്നോട് സംസാരിക്കുമ്പോ ഈ ഭാഷയിൽ വേണ്ടേ സംസാരിക്കാൻ? ഇവിടെ ഇരിക്കുന്ന രമേശ് അന്തം വിട്ടിരിക്കുന്നത് ഇപ്പൊ എന്താ സി ക്ലാസ്, എന്താ ബി ക്ലാസ്? ഇതാണ് കസ്റ്റമർ ലാംഗ്വേജ്. യു ഗോട്ട് എ പോയിന്റ്. ഒരിക്കൽ നേരെ കയറിയിട്ട് ഞാൻ സി ക്ലാസിന്റെ പൈപ്പ് തരാന്നല്ല പറയേണ്ടത്. ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്, അതിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അതിന് ഏറ്റവും നല്ല സാധനം സി ക്ലാസിന്റെ സാറേ, ബി ക്ലാസ് അവൈലബിൾ. എനിക്കറിയില്ല നിങ്ങൾ ഏതാ പൈപ്പ് ഉപയോഗിക്കുന്നത്, പക്ഷെ ഞങ്ങൾ വാട്ടർ പരിപാടി ആയതുകൊണ്ട്, ഫയർ ഫൈറ്റിംഗ് ആയതുകൊണ്ട് ബി ക്ലാസ് സി ക്ലാസ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതന്നെയാണോ ഉപയോഗിക്കുന്നത്? സി ആണോ? അതെ അതെ അതെ. ക്ലയന്റ് പറയും, റിക്വയർമെന്റ് ഉണ്ടാവുമല്ലോ. ക്ലയന്റ് പറയല്ല, ക്ലയന്റിനോട് നമ്മൾ പറയണം. അതാണ് നമ്മുടെ പണി. ഗവൺമെന്റിന്റെ ക്ലയന്റ് പറയും സി വേണമെന്നുണ്ട്. സി വേണമെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണം സാറേ ഇന്ന കാര്യം കൊണ്ട് സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. എന്ത് സാറ്, ഇന്ന പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സാറ് പറഞ്ഞത് 100% ശരിയാണ് സാറേ, കാരണം സി തന്നെയാണ് വേണ്ടത് അവിടെ എന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി അഥവാ കസ്റ്റമറുടെ തീരുമാനത്തിൽ, ക്ലയന്റിന്റെ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ട്, കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയന്റ് എടുത്തിരിക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ അവിടെ നിങ്ങൾ വെട്ടണം. എങ്ങനെ വെട്ടണം? സാറേ ബി മതി, സാർ പറയുന്നത് ഞാൻ അനുസരിക്കുന്നു, പക്ഷെ ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്, എന്റെ അഭിപ്രായത്തിൽ ഇതാണ് നല്ലത്. ഇത് പറയുമ്പോ അത് എവിടുന്ന് വരണം? നിങ്ങളുടെ റേറ്റ് ഒരു 10 രൂപ കൂട്ടിക്കിട്ടും എന്നുള്ളതായിരിക്കരുത്. ഇന്ന സൊല്യൂഷൻ, ഇന്ന പ്രോബ്ലം നാളെ ഫാക്ടറിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ അനുഭവിച്ചിരിക്കുന്ന കാര്യം, ഇന്നിപ്പോ നമ്മുടെ ഒരു വിശിഷ്ടാതിഥിയായിട്ട് നമ്മൾ ഷനോഷിനെ പിടിച്ചിരിക്കുക, രമേശ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണ്ട കേട്ടോ. അപ്പോ വെരി ഈസിലി ഷനോഷിനോട് ഞാൻ പാലക്കാട് ഒരു ഫാക്ടറി ചെയ്യാറുണ്ട്. അവിടുത്തെ സ്ഥിരം പ്രശ്നം എന്ന് പറയുന്നത് തീപിടുത്തം, സ്ഥിരം തീപിടുത്തം. ഓക്കെ, സാധാരണ ഫയർ ഫൈറ്റിംഗിൽ നമ്മൾ സാധനം ഇൻസ്റ്റാൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, അവരത് ഉപയോഗിക്കാനും പോകുന്നില്ല, വർക്ക്ഔട്ടും ചെയ്യും. പക്ഷെ ഇവിടെ സ്ഥിരം തീപിടുത്തം, കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ, ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്, കാരണം കാടിന് നടുവിലാണ്. അപ്പൊ എന്ത് വേണം? നമ്മൾ സജസ്റ്റ് ചെയ്തു ഇത് ബി പോരാ, സി തന്നെ വേണം. അതിന് ഏറ്റവും നല്ല ടാറ്റ തന്നെ വേണം. റേറ്റ് സ്വാഭാവികമായിട്ട് റേറ്റ് നല്ല ഹൈ ആണ് ടാറ്റയുടെ, സാധാരണ പൈപ്പ് പോലെയല്ല. അതിനത് കാരണം ഇത് പറഞ്ഞു കൊടുത്തപ്പോ അവർ ആക്സെപ്റ്റ് ചെയ്തു. അവർ 5 വർഷത്തിനുള്ളിൽ അവർക്ക് ഈ പൈപ്പിംഗ് സിസ്റ്റം മൊത്തം മാറ്റേണ്ടി വന്നു ആദ്യം. അതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്തു. 15 വർഷമല്ല സാർ, 20 വർഷമല്ല, ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് ഉപയോഗിക്കണം കേട്ടോ, ഇത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാണ് കസ്റ്റമർ ലാംഗ്വേജ്. ഡിജിലെ ചോദിച്ചോ, നിനക്ക് ചോദ്യം ഉണ്ടെന്ന് എനിക്കറിയാം, ചോദിച്ചോ. ഇല്ലേ? മോശം. അപ്പോ പറ സാർ, അത് ഈ കസ്റ്റമർ ലാംഗ്വേജ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് എങ്ങനെ മനസ്സിലാവാ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ? നിന്നെ ഞാൻ എങ്ങനെയാ ഡാന്ന് വിളിച്ചു തുടങ്ങി? ഡാന്ന് വിളിച്ചു തുടങ്ങി? ഞാൻ ഇവിടെ എങ്ങനെ എല്ലാവരെയും ഞാൻ ഡാന്ന് വിളിക്കാറില്ലുണ്ടോ? ഇല്ലല്ലോ. ഞാൻ രമേശ് എന്ന് വിളിക്കാറുള്ളൂ, സിറാജ് എന്ന് വിളിക്കാറുള്ളൂ, വിജയേട്ടാന്ന് വിളിക്കാറുള്ളൂ. ഞാൻ ഡാന്ന് എങ്ങനെ നിന്നെ വിളിക്കാൻ തുടങ്ങിയേ? ഏജ് ആയിരിക്കും. അത് നിന്റെ തോന്നലാണ്. നിന്റെ ഏജില് എനിക്ക് മാച്ച് ആവുന്ന രീതിയിൽ ഞാൻ നിന്നോട് സംസാരിച്ചു. അപ്പൊ നിന്നെ ഡാന്ന് ഇവിടെ വേറെ പലരും വിളിച്ചപ്പോ രമേശ് വിളിച്ചിട്ട് ഡാ ഡിജിലേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡിജിലിന് ദേഷ്യം വരും. ഇന്ന് കാണുന്ന ഒരു തന്നെ ഡാന്ന് വിളിച്ചിരിക്കണം അല്ലേ? നോ.
അംഗീകരിക്കൂല. നമ്മൾ ഒരാളോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവന്റെ ഒരു ഏകദേശം, അതാണ് നമ്മുടെ പണി. നമ്മളെ ആരാ? സെയിൽസ്മാൻ, സെയിൽസ് മാസ്റ്ററോ, അതാണല്ലോ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്, സെയിൽസ് മാസ്റ്ററോ. സെയിൽസ് മാസ്റ്ററിന്റെ പണി എന്താണ്? അവൻ അപ്പുറത്തിരിക്കുന്ന കസ്റ്റമറുടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ കസ്റ്റമറെ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സംസാരിക്കണം, ചോദ്യങ്ങൾ ചോദിക്കണം. ഡിജിറ്റല് സാധാരണ ഒരു പ്രായത്തിന് കുറവ് മാത്രമല്ല, പ്രായത്തിന് കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ഞാൻ ജീന്ന് വെച്ച് വിളിക്കുന്നുണ്ട്, എത്രയോ പേര് ഞാൻ ജീന്ന് വെച്ച് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേര് മാത്രമായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കണക്ട് ചെയ്യുക. എനിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഞാൻ ഡാന്ന് വിളിക്കണത്? എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഡാന്ന് വിളിക്കണത്? ഞാൻ ഇടയ്ക്ക് ഡാന്ന് വിളിക്കാറുണ്ട്, ഉണ്ട്, എനിക്കറിയാം. അവിടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ക്ലിയർ? ദാറ്റ്സ് കോൾഡ് കസ്റ്റമർ ലാംഗ്വേജ്. അതിൽ വേറൊരു കാര്യം കൂടിയിട്ട്, ഇപ്പോ പല ആളുകളും വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ വീഡിയോസ് ഒക്കെ വന്നിപ്പോ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞത്, അപ്പൊ 4 ദിവസം ലേറ്റ് ആയിട്ടാണ്. മറ്റേ ഇന്ത്യൻ റെയിൽവേ പോലെ ഇപ്പൊ 4 ദിവസം ലേറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് വീഡിയോസ്, ഓരോരുത്തരും നമ്മുടെ ഗ്രൂപ്പിൽ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ത് കാര്യം? എന്തിനാ വീഡിയോ ഇടുന്നത്? വെരി സിമ്പിൾ. അത് സംസാരിക്കുമ്പോൾ അതിൽ ചിലരുടെ വീഡിയോസ് അട്രാക്റ്റബിൾ ആണ്, ചിലരുടെ വീഡിയോസ് അട്രാക്റ്റബിൾ അല്ല. എന്തുകൊണ്ടാണ്? ഞാൻ ആരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ചിലർ ഭയങ്കര ഫോർമലായിട്ട് കടിച്ചു പിടിച്ച് ആ ജീവിതത്തിൽ ആദ്യമായിട്ട് വീഡിയോ ചെയ്യണേ, കണ്ണൊക്കെ തുറച്ചിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്, പേടിച്ചിട്ട്. ചിലർ വളരെ കൂളായിട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ഇല്ലേ? ആ കൂളായിട്ട് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടും. മറ്റത് ടെൻഷൻ പിടിച്ചു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യപ്പെടില്ല. നിങ്ങളൊരു പോസ്റ്റർ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞ സിമ്പിൾ, ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തണം. ഇന്ന് എന്റെ പോസ്റ്ററിന്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ എന്റെ പോസ്റ്ററിന്റെ പ്രത്യേകത എന്താ? വിശ്വാസം അതല്ലേ എല്ലാം. ഞാൻ അത് സെയിൽസ് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? സെയിൽസ് ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത് ഡിജിറ്റലിൽ മാത്രമേ സെയിൽസ് ക്ലാസ് ആണെന്ന് അറിയുള്ളൂ. കാരണം സെയിൽസ് മാസ്റ്റർ ആണ് നടക്കുന്നത്. ബാക്കിയുള്ള ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരാൾക്കും അറിയില്ല. അടിയിലൊരു സെയിൽസ് മാസ്റ്റർ ഇട്ടു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നു വിശ്വാസം അതല്ലേ അല്ല. സംതിങ് ഇസ് ദർ. അപ്പട്ടെപ്പട്ടെയോ എന്തോ ഒരു സാധനമുണ്ട്. സാറിന് എന്തോ പുതുതായിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ സിറാജ് ഇറങ്ങി, ഇന്ന് ബിസിനസ്സുകാർക്കുള്ള ക്ലാസ് ആണ്, വരണം, എല്ലാവരും വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. സിറാജ് ഇറങ്ങി ഗ്രൂപ്പില്. അപ്പൊ ഞാൻ സിറാജിന് ഇവിടുന്ന് മെസ്സേജ് അയച്ചു, നീ എല്ലാവർക്കും ലിങ്ക് ഇട്ട് കൊടുത്തേക്ക്. ആദ്യം പറഞ്ഞു ഇങ്ങോട്ട് അയച്ചവർക്ക്, ഞാനത് ആർക്കൊക്കെ താല്പര്യം ഉണ്ടെന്ന് അറിയാനായിരുന്നു. കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, ഇട്, എല്ലാവർക്കും ഇട്ട് കൊടുക്കുക. സിറാജ് എന്തുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഭയങ്കര കോൺഫിഡന്റോടെ അയച്ചത്? എന്റെ മേലുള്ള വിശ്വാസം. മോശമാക്കില്ല എന്നുള്ള വിശ്വാസമായിരിക്കും, അല്ല സിറാജ്? ആണോ? ഒരു പോസ്റ്റർ പോലും നിങ്ങൾ കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സിറാജ് പൊളി. അത് സിറാജ് പൊളിയാവാൻ കാരണം എന്താ അറിയാ അച്ഛമല്ലേ? സിറാജ് സംസാരിക്കുന്നത് നിങ്ങളുടെ ലാംഗ്വേജാണ്. വെരി സിമ്പിൾ. സോ ആർ യു ടോക്കിംഗ് ദ കസ്റ്റമർ ലാംഗ്വേജ്? ഇപ്പൊ എഴുതണം, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ബുക്കില്, പേപ്പറിൽ ഇപ്പൊ എഴുതണം, ആർ യു ടോക്കിംഗ് കസ്റ്റമർ ലാംഗ്വേജ്? ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും പറയുന്നു, കസ്റ്റമർ വാങ്ങുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ല. കസ്റ്റമർ വാങ്ങുന്നത് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ. ഷംനയുടെ ടീമിനെ, പുതിയ റോളിലേക്ക് ഷംന കയറുന്ന സമയത്ത് ഷംനയുടെ ടീമിനെ പഠിപ്പിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗുഡ് മോർണിംഗ് സർ, ഞാൻ വിളിക്കുന്നത് ഇന്ന ഫിനാൻസ് കമ്പനിയിൽ നിന്നാണ്, ബാങ്കിൽ നിന്നാണ്. നമുക്ക് നല്ല സേവിങ്സ് സ്കീം വന്നിട്ടുണ്ട് സർ, താല്പര്യമുണ്ടോ? അവിടെ എന്ത് ക്രിയേറ്റ് ആവും? അവിടെ കസ്റ്റമർക്ക് ഇറിറ്റേഷൻ ക്രിയേറ്റ് ആവും. മറിച്ച് ഷംനയുടെ ടീം അവിടെ ഒരു അപ്പുറത്തിരിക്കുന്ന കസ്റ്റമറെ ഇപ്പുറത്ത് കണ്ട് സംസാരിക്കുന്നത് പോലെ വളരെ സ്നേഹത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ പോയി. ആണോ? Seriously, are you talking customer language? അടുത്ത ക്വസ്റ്റ്യൻ, ആർ യു ടാർഗറ്റിംഗ് ദ റൈറ്റ് കസ്റ്റമർ? നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ കസ്റ്റമറോടാണോ സംസാരിക്കുന്നത്? ഞാനിവിടെ സംസാരിക്കുന്നതിന്റെ യഥാർത്ഥ കസ്റ്റമറോടാണോ? ഇതിലേതെങ്കിലും ആളുകൾ ബിസിനസ് ചെയ്യാത്ത
സെയിൽസ് ചെയ്യാത്ത ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സെയിൽസിൽ താല്പര്യമില്ലാത്ത, ബിസിനസ് ചെയ്യണമെന്ന് ഭാവിയിലെങ്കിലും താല്പര്യമില്ലാത്ത ഏതെങ്കിലും ആളുകൾ ഇവിടെ വന്നിരിപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നത്. വെറുതെ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ നാട്ടിൽ സാധാരണ ഡെയിലി വേജസിന് പോകുന്ന ഒരാളോ ഈ ഒരു പ്രോഗ്രാമിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ പറയും, ഒരു ചെങ്ങായി ഇരുന്ന് ഭയങ്കര തള്ളാണ്, ഇത് കേൾക്കാൻ എനിക്ക് വേറെ പണിയില്ല. ഈ അമ്പലത്തിലും പള്ളിയിലൊക്കെ അവിടുത്തെ പുരോഹിതന്മാര് വന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് വന്നിരിക്കുന്നത് കാണാം. ആ നാട്ടിലത്തെ കുറെ ആൾക്കാര് അത് കേൾക്കണമെന്നുള്ള ആൾക്കാരെ ആ വഴി പോകും, അല്ലേ? ആണോ? അല്ലാത്തവരാ വഴി പോവോ? അപ്പൊ അവര് സംസാരിക്കും, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, മതത്തിന് ഇങ്ങനെ ചെയ്യണം, മതം ആണ് നമ്മുടെ അഭിപ്രായം, നമ്മുടെ സ്നേഹം, സമാധാനം, നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണം, അതിന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ പറയും. അത് അംഗീകരിക്കും. എന്നാൽ ഇതിനോട് യാതൊരു ബന്ധമില്ലാത്ത ഒരു നിരീശ്വരവാദിയായിട്ട് ഒരാൾ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ മുഴുവനെ ഇവനെ എങ്ങനെ വെട്ടാം എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇവനെ എങ്ങനെ വിമർശിക്കാം. നമ്മുടെ ഫേസ്ബുക്കിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടോ? ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സുകൾ വരാൻ കാരണം എന്താ? അതൊരു കോമൺ പ്ലാറ്റ്ഫോമില്ല. രമേശ് ഒരു വീഡിയോ ഇടുമ്പോൾ രമേശ് ഫിനാൻസിനെ കുറിച്ചും ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചും കൂടുതലായിട്ട് സംസാരിച്ച ഒരു വീഡിയോ ഇടുമ്പോൾ പിന്നെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്, കോട്ടിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കമന്റ് വരും. തനിക്കൊന്നും വേറെ പണിയിലിടോ എന്ന് ചോദിച്ചിട്ട് കമന്റ് വരും. മ്യൂച്വൽ ഫണ്ട് പറ്റിപ്പാണെന്ന് പറഞ്ഞിട്ട് കമന്റ് വരും. രമേശ് ഉറപ്പിച്ചോ, ഇവനൊന്നും നിങ്ങളുടെ കസ്റ്റമർ അല്ല. അത് തീരുമാനിക്കുന്നതാണ് അടുത്തത്. ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ യഥാർത്ഥ ആളുകളുമായിട്ട്, കസ്റ്റമറുമായിട്ട് മാത്രം വിശ്വാസം ഉണ്ടാക്കാൻ പോവുക, സെല്ല് ചെയ്യാൻ പോവുക, കസ്റ്റമറെ കണ്ടുപിടിക്കാൻ പോവുക. വെരി സീരിയസ്ലി, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് എവരിവൺ ഈസ് യുവർ കസ്റ്റമർ. എല്ലാവരും നിങ്ങളുടെ കസ്റ്റമർ അല്ല. നിങ്ങളുടെ കസ്റ്റമർ ആവാൻ യോഗ്യതയുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നതാണ് ഒരു ബിസിനസ്സുകാരന്റെ, ഒരു സെയിൽസുകാരന്റെ പ്രാഥമികമായ കർമ്മം. നിങ്ങളുടെ കസ്റ്റമറിന്റെ ഗ്രൂപ്പിനെ കണ്ടുപിടിക്കുക. സിറാജ് റിയൽ എസ്റ്റേറ്റില് വീട് വെക്കാൻ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്തവരുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, 1 കോടി റുപ്യക്ക് ഒരു 10 സെന്റ് സ്ഥലം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുഖത്തൊക്കെ ഇടുന്ന് പുച്ഛിക്കും, തനിക്കൊന്നും വേറെ പണിയിലോ ചോദിക്കും. എന്നാൽ എന്റെ പൈസ ഞാൻ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നവരോട് 1 കോടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 സെന്റ് കൂടി അധികം കിട്ടാനുണ്ടോ എന്നേ ചോദിക്കുള്ളൂ. ഡീൽ വിത്ത് ദ റൈറ്റ് കസ്റ്റമർ വെരി സീരിയസ്ലി. ആ ഗ്രൂപ്പിനെ കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ആ ഗ്രൂപ്പ് എവിടെയാണ്? ആ ഗ്രൂപ്പിനെ കണ്ടുപിടിക്കലാണ്. അനു എന്നോട് ചോദിച്ചൊരു ചോദ്യം, സാറേ ഇത് എങ്ങനെ നമുക്ക് അപ്സെല്ല് ചെയ്യാം? സിമ്പിൾ ആൻസർ ഉള്ളൂ അനു. നിങ്ങളുടെ കസ്റ്റമർ എന്താണ്, എവിടെയാണ് ഇരിക്കുന്നത്, അവരോട് സംസാരിക്കുക, അവരെ കണ്ടുപിടിക്കുക, സംസാരിക്കുക. നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ കൂടിയല്ലേ, നിങ്ങളുടെ പ്രധാനപ്പെട്ട പണി അതാണ്. അനാവശ്യമായ ഒരാൾ പോലും നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കാണരുത്. അനാവശ്യമായ ഒരാൾ പോലും. ഞാൻ എൻ്റെ എല്ലാ പോസ്റ്റുകളും എൻ്റെ പേഴ്സണൽ നമ്പർ ഇടാറില്ല, സ്റ്റാറ്റസ് ഇടാറില്ല. പേഴ്സണൽ നമ്പർ എന്ന് പറയുന്നത് എൻ്റെ പ്യുവർ പേഴ്സണൽ നമ്പർ. അതിൽ എൻ്റെ ഒഫീഷ്യൽ ബിസിനസ്സുകാർ ആരുമില്ല. അതെന്റെ കുടുംബക്കാരെ ചിലരെ കാണിക്കാൻ വേണ്ടിയിട്ടാ. അതെന്തിനാ? നമ്മൾ വളരണുണ്ടെന്ന് കാണിക്കണ്ടേ? കുറെ പേരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടി മാത്രം. അല്ലാത്തടത്ത് ഞാൻ അനൂന്, ഷനോഷിന്, സുഷിന് കാണാൻ പറ്റുന്ന ബിസിനസ് പോസ്റ്റുകൾ, വിശ്വാസം അതല്ലേ എല്ലാം എന്റെ പേഴ്സണൽ നമ്പറിൽ കാണില്ല. അതെന്റെ ഒഫീഷ്യൽ നമ്പറിലെ സ്റ്റാറ്റസ് കാണുന്നു, എന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്കിലെ സ്റ്റാറ്റസ് കാണുന്നു, എന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് കാണുന്നു. ഇതൊക്കെ പേഴ്സണൽ വരണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, റൈറ്റ് കസ്റ്റമറെ കാണിക്കുക. ടോണി, സെലിബ്രിറ്റീസ് മാത്രം നമ്മുടെ അഡ്വർടൈസ്മെന്റ് കണ്ടാൽ മതി. നമ്മൾക്ക് സാധാരണ 1500 സ്ക്വയർ ഫീറ്റില് സാധാരണ വീട് വെച്ചിരിക്കുന്ന ഒരാള് മിസ്റ്റർ ഹൗസിങ്ങിന്റെ പരസ്യം കാണണ്ട ടോണി. നമ്മളത് തീരുമാനം എടുക്കുകയാണ് ടോണി.
കാരണം അവരെന്താ ചിന്തിക്കുക അറിയോ, ഒരു 500 രൂപ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ക്ലീൻ ചെയ്തോളാൻ പറയും. ദേ ഡോണ്ട് ബിലീവ് ഓൺ ദ ഡീപ് ക്ലീനിങ്. കാരണം എന്താ, അവർക്ക് രോഗാണുക്കൾ വന്നാലും പ്രശ്നമില്ല, ബാക്കിയുള്ളൊന്നും പ്രശ്നമില്ല, വീടൊക്കെ ഒന്ന് വൃത്തിയായി കിടക്കണം. ബട്ട് സെലിബ്രിറ്റീസ്, അവർക്ക് എപ്പോഴും പ്രീമിയം സാധനം വേണം, അവർക്ക് രോഗാണു വിമുക്തമാവണം, അവർക്ക് ഏറ്റവും നല്ല വൃത്തിയായിട്ട് കിടക്കണം, അവരുടെ വീടാണെങ്കിലും അവരുടെ പരിസരമാണെങ്കിലും അതിലുള്ള വർക്ക് ചെയ്യണം. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ക്ലീനിങ് പണി പിടിക്കരുത്. എന്താ കാരണം, നിങ്ങൾ പിടിക്കുമ്പോൾ എയർപോർട്ടിൽ പോയി പിടിച്ചു. കാരണം അവിടെ വരുന്ന കസ്റ്റമറും റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന കസ്റ്റമറും ബസ് സ്റ്റാൻഡിൽ വരുന്ന കസ്റ്റമറും മീൻസ് ആ ഒരു സിസ്റ്റവും വേറെയാണ്. നാളെ നിങ്ങൾക്ക് കിട്ടുകയാണ് നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡ് ക്ലീൻ ചെയ്യാനുള്ള കിട്ടുന്ന പരിപാടിയാണെങ്കിൽ ടോണി ദയവ് ചെയ്ത് പിടിക്കരുത്. എന്തുകൊണ്ടാ, നിങ്ങളുടെ വില വീഴും. അവൻ കാണുന്നത് വേറെ പ്രശ്നങ്ങളായിരിക്കും. കാരണം അവരുടെ മൈൻഡ് സെറ്റ് വേറെ ആയിരിക്കും അവിടുത്തെ കസ്റ്റമർ. ബട്ട് നിങ്ങൾ സിയാലിൽ പോയിട്ടൊരു വർക്ക് പിടിക്കുന്ന സമയത്ത് യെസ്, അതിന് നിങ്ങൾക്ക് വാല്യൂ കിട്ടും ഡെഫിനറ്റ്ലി. സോ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇൻസ്റ്റാ പേജ് ക്വാളിറ്റി ഉള്ളതാണെന്ന് ആവണമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. അതിന് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. എന്തിനാ? ദാറ്റ്സ് വൈ നിങ്ങളുടെ കസ്റ്റമർ ആരാണ്? സെലിബ്രിറ്റീസാണ്. അവര് കാണുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ നല്ല വീഡിയോസ്, നല്ല കണ്ടന്റ്. ആര് സംസാരിക്കുന്നു? ബീന ആന്റണി സംസാരിക്കുന്ന സമയത്ത് തസ്നീഖാൻ ഇപ്പുറത്ത് കേൾക്കും. കാരണം ബീന ആന്റണിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് തസ്നീഖാനാണ്. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്യും. അങ്ങനെയല്ലേ രണ്ടാളും കൂടെ അങ്ങോട്ട് കണക്ട് ആയിട്ടുണ്ടാവും. സീരിയസ്ലി. നാളെ മമ്മൂക്കനെ പിടിക്കണം, അപ്പൊ ലാലേട്ടനും പറയും എന്റെ വീട്ടിലും വേണം മിസ്റ്റർ ഹൗസിംഗ്. ഇതായിരിക്കണം സെലിബ്രിറ്റി സ്റ്റാറ്റസ്. അമ്മയുടെ പരിപാടിക്ക് കാറ്ററിംഗ് ചെയ്യുന്നത് എന്റെ നാട്ടിലെ ഒറ്റപ്പാലംകാരാണ്, റോയൽ, എന്റെ സീനിയർ ആയിരുന്നു. അവരെങ്ങനെ ചെയ്യുന്നത്? അവരൊരു വർക്ക് ചെയ്യുന്നത് അവർക്ക് കിട്ടിയത് റെഫറൻസ് അങ്ങനത്തെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അവർ ഏതെങ്കിലും നാട്ടിലെ കല്യാണ വീട്ടില് പരിപാടി നടത്തുന്നവരല്ല, അവർ നടത്തില്ല എന്ന് എനിക്കറിയാം. അവർ ചെയ്യുന്ന വലിയ വർക്കുകളാണ്. ബിക്കോസ് ദേ ആർ വർക്കിംഗ് ഓൺ ദ റൈറ്റ് കസ്റ്റമർ. പ്രീമിയം കസ്റ്റമറുടെ ഭാഗത്ത് മാത്രമേ വർക്ക്ഔട്ട് ചെയ്യൂ. ഞാൻ പറഞ്ഞത് പ്രീമിയം മാത്രമാണ് ടോണിയുടെ ജോലിയല്ല. ടോണിയുടെ കമ്പനി അതാണ്. എന്നാൽ ക്ലീനിങ്, ഡീപ് ക്ലീനിങ്ങിൽ വേറെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. താഴെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു, ഡീപ് ക്ലീനിങ് താഴെ വില ചെയ്യുന്ന ആൾക്കാരുണ്ട്. ക്ലിയർ? ഇതാണ് അടുത്ത ചോദ്യം. ആർ യു ടാർഗറ്റിംഗ് ദ റൈറ്റ് കസ്റ്റമർ? ഷനോഷെ, ചെറിയ പ്രൊജക്റ്റ് പിടിക്കരുത് ഷനോഷെ, തലവേദന കൂടുകയുള്ളൂ, പണി ചെറുതായിരിക്കും. മനസ്സിലായോ? മറ്റേ 2 മാസം കഴിഞ്ഞാലും പൈസ കിട്ടും. ഇത് പൈസയും കിട്ടില്ല, നമ്മളുള്ള വിലയും. മനസ്സിലായോ? ശരിയല്ലേ? ആർ യു ടോക്കിംഗ് ടു ദ റൈറ്റ് കസ്റ്റമർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആർ യു ടോക്കിംഗ് ദ റൈറ്റ്, കസ്റ്റമർ ലാംഗ്വേജ്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ യു ടോക്കിംഗ് ടു ദ റൈറ്റ് കസ്റ്റമർ? ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. വരട്ടെ. ആർക്കൊന്നും ഇല്ലേ? അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? മൂന്നാമത്തെ ചോദ്യത്തിലേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് ഒരേ രീതിയിലാണോ പെരുമാറുന്നത്? ഒരേ മാർക്കറ്റിംഗ് ശൈലിയാണോ പിന്തുടരുന്നത്? ഒരേ കാര്യങ്ങളാണോ സംസാരിക്കുന്നത്? എല്ലാ കൊല്ലം ഓണത്തിന് കല്യാൺ സിൽസിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ആഡ് വരും. നടൻ പൃഥ്വിരാജ് തന്നെയാണ്, ബ്രാൻഡ് കല്യാൺ സിൽസ് തന്നെയാണ്, ഓഫീസ് തൃശ്ശൂർ തന്നെയാണ്, ബാക്ക്ഗ്രൗണ്ട് റെഡ് കളർ തന്നെയാണ്, കണ്ടന്റ് വേറെ ആയിരിക്കും. ആണോ? അതെന്താ? മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി 90കളിൽ കേൾക്കാൻ തുടങ്ങിയതാണ് അല്ലെ? 90കളിൽ. ഇന്നും അവരുടെ പാട്ട് തന്നെയാണ്, മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. ഫസ്റ്റ് വന്ന അതേ നടിയാണോ ഇപ്പോൾ ഉള്ളത്? ഫസ്റ്റ് തന്ന അതേ അപ്രോച്ചാണോ ഇപ്പോൾ ഉള്ളത്? ഫസ്റ്റ് വന്ന അതേ ഡിസൈനും അതേ തീമാണോ ഇപ്പോൾ ഉപയോഗിക്കുന്നത്? ഭീമ ജ്വല്ലേഴ്സിൽ മറ്റേ ചെക്കനില്ലേ, ചെറിയ ചെക്കൻ, അവൻ ഇപ്പോഴും ഒരു ഓളും കൂടെ 2 കാലിട്ട് നിൽക്കുകയാണ്, ട്രൗസർ കൂടെ. ഏതൊക്കെ തരത്തിലുള്ള പരസ്യം വന്നു അവരുടെ? ഏതൊക്കെ പരസ്യം വന്നു ചിന്തിക്കാറുണ്ടോ? സന്തൂർ മമ്മി ഇപ്പോഴും കോൺസെപ്റ്റ് ഒന്നാ. മമ്മി മകള് മാറാറുണ്ട്, ഉണ്ടോ?
ബാക്ക്ഗ്രൗണ്ട് തീം മാറാറുണ്ടോ? പ്രൊഡക്റ്റ് മാറിയിട്ടുണ്ടോ? ഇല്ല. കാണുന്ന കാലം തൊട്ടിട്ട് സന്തൂറാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിം ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഡക്റ്റും നിങ്ങളുടെ തീമും നിങ്ങളുടെ ബ്രാൻഡും സെയിം ആയിക്കോട്ടെ, ബട്ട് ടോക്ക് ഡിഫറെന്റ്ലി, ടേക്ക് ഡിഫറെന്റ് അപ്രോച്ച്. വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. രമേശിന്റെ നമ്പർ എൻ്റെ അടുത്ത് വന്നിട്ട് 1 വർഷത്തിന് മേലെ. രമേശിന്റെ അടുത്ത് എന്നെ കുറിച്ച് അറിയാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസത്തിന് മേലെ, 1 വർഷത്തിനടുത്തായി. രമേശിക്ക് വേണ്ട സാധനം വന്നപ്പോഴാണ് രമേശ് എൻ്റെ അടുത്തേക്ക് വന്നത്. ആണോ? ഞാൻ താങ്കളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു, മെസ്സേജുകളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു, വെബിനാറുകളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇപ്പൊ മുതൽ ഞാൻ ഏത് പ്രോഗ്രാം നടത്തിയാലും രമേശ് എന്റെ മുമ്പിൽ ഉണ്ടാവും. പണ്ട് രമേശ് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാ? ഞാൻ ഒരേ രീതിയിൽ ഞാൻ പറയുകയാണ്, ഞാൻ സെയിൽസ് ട്രെയിനറാണ്, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങളുടെ സെയിൽസ് ഞാൻ മാറ്റിത്തരാം, പ്രശ്നം മാറ്റിത്തരാം. രമേശ് ചിലപ്പോൾ അനങ്ങണമെന്നില്ല. അവിടെ നമ്മൾ സംസാരിച്ചത് വേറെ ആയിരിക്കും. ഒരേ കാര്യം. ശ്രീജിത്ത് കേസിന്റെ പേര് മാറിയിട്ടില്ല, എന്താ ബിസിനസ് ഇൻഫ്ലുവൻസർ തന്നെ എപ്പോഴും. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് അതന്നെയാണ്. പക്ഷേ അപ്രോച്ച് ഡിഫറെന്റ് ആക്കി. ആണോ? നമ്മൾ 21 ദിവസം ഫ്രീ പ്രോഗ്രാം ചെയ്തു, ഓഫ്ലൈൻ പ്രോഗ്രാം ചെയ്തു, പെയ്ഡ് പ്രോഗ്രാം ചെയ്യുന്നു. ഇനി അടുത്തൊരു വലിയ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, സുധീഷ് ചേട്ടൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, രമേശ് പോണതിന് മുന്നോ, സാറേ ഒരു വലിയ പ്രോഗ്രാം പ്ലാൻ ചെയ്യണം കേട്ടോ, നമുക്ക് വമ്പ പരിപാടി പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാ പോയിട്ട്. അതിനും ഉണ്ടാവും എല്ലാവരും, ഇല്ലേ? എന്താ? വൺസ് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ അവരോട് വ്യത്യസ്തമായി സംസാരിക്കണം. ഇതിൽ ആരൊക്കെ കല്യാണം കഴിയാത്തുള്ള? ഡിജിൽ മാത്രമല്ലേ ഉള്ളൂ? ഷനോഷ് കല്യാണം കഴിച്ചാണോ? ഇനി കല്യാണം കഴിക്കാത്ത വിജയേട്ടൻ മുന്നിക്കുന്ന വേണ്ട, ഒരു കെട്ടി എത്തിയത് എനിക്കറിയാം. ഇനിയിപ്പോ കെട്ടൊന്നും വേണ്ട, വേഗം കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആ മുമ്പിക്ക് വരിക. പ്രേമിക്കണ പെണ്ണിനോട് പോലും ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കണമെന്നേ. നിങ്ങളൊരു പെണ്ണിനെ പ്രേമിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിജിലെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല ഡിജിലെ, നമ്മൾ ഡിഫറെന്റ് അപ്രോച്ച് എടുക്കണം. എല്ലാ ദിവസവും രാവിലെ മറ്റേ ഷർട്ടും പാന്റും ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവൾ അട്രാക്ട് ആവണമെന്നില്ല. നീ ഒരു ചുവന്ന പാന്റും ഒരു പച്ച ഷർട്ടും ഇട്ടിട്ട് പോയി വെക്ക് ഇടയ്ക്കൊരു ദിവസം, ചിലപ്പോ നിന്നെ തിരിച്ച് നോക്കിന്ന് വരും. ഇടയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു നോക്ക്, ഇടയ്ക്ക് കോമഡി മാത്രം പറഞ്ഞു നോക്ക്, ഇടയ്ക്കൊന്ന് മാറ്റി പിടിച്ചു നോക്ക്, ഇടയ്ക്ക് എല്ലാ ദിവസവും ഡയറി മിൽക്ക് വാങ്ങിക്കൊടുക്കുന്നത് മാറ്റി വേറെ എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് നോക്ക്. ചിലപ്പോൾ കാര്യങ്ങൾ ക്ലച്ചാവും. ഏതാണ് അവർക്ക് ഇഷ്ടമാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആണോ? ദാറ്റ്സ് കോൾഡ് ഡിഫറെന്റ് അപ്രോച്ച്. ക്ലിയർ? ദാറ്റ്സ് കോൾഡ് ഡിഫറെന്റ് അപ്രോച്ച്. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അതാണ് എന്റെ ചോദ്യം. ഇതൊക്കെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാസിംജി ഇവിടെ ഉണ്ടായിരുന്നോ? കാസിംജിക്ക് കിട്ടിയില്ല അല്ലേ? കാസിംജി, ഒരേ സാധനം താങ്കളുടെ പ്രൊഡക്റ്റ് വേസ്റ്റ് എന്താ പറയുക നമ്മള്, വേസ്റ്റ് മാനേജ്മെന്റ് ഒരേ സാധനം. അതെ, പറാട്ട് അല്ലെ? പറാട്ട് എന്നല്ല എന്റെ പേര്, എന്താ പറഞ്ഞു? പറാട്ട് അല്ലെ? പറാട്ട്. അതിന്റെ മുതലാളി കാസിംജി. ഇതിന് വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. പക്ഷെ അവരോട് സംസാരിക്കുന്നത് വ്യത്യസ്തമായിരിക്കണം. കാരണം എന്താണ്? അവർക്ക് ചിലപ്പോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. സൺഡേസിൽ ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ, ഒരു ബർത്ത്ഡേ പാർട്ടി വെച്ച് കഴിഞ്ഞാൽ വരുന്ന കൂടുതൽ കണ്ടന്റ് ഓഫ് ഫുഡ് വേസ്റ്റ് ആയിരിക്കും അവരുടെ പ്രശ്നം. ചിലപ്പോ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഡെയിലി വരുന്ന ഫുഡ് വേസ്റ്റേജ് ആയിരിക്കാം. ചിലപ്പോ ഒരു തറവാട് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ തന്നെ 4-5 വീടുകൾ ഉണ്ടായിരിക്കും. അതായിരിക്കും ചിലപ്പോൾ അതിനെല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ബ്രഹ്മപുരം പോലെ പ്രോബ്ലംസ് വരുന്ന വൺസിന്റെ വൈലായിരിക്കും ചിലപ്പോൾ പ്രോബ്ലംസ്. ഇത് ഏതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ ഒരു സുഹൃത്തുണ്ട്, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇല്ല. അദ്ദേഹം സോളാറിന്റെ കമ്പനിയാണ്. ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടിയ എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച്, മന്ത്രി പ്രഖ്യാപിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ജോജോന്റെ പോസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് 0 ആക്കാവുന്ന. അത്രയും കണ്ണിങ്ങാട്ടിരിക്കണം. കാരണം എന്താ? സോളാർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് 0 ആക്കാം. ഇതാണ് അവന്റെ ആളെ കോൺസെപ്റ്റ്.
ഇലക്ട്രിസിറ്റി ബില്ല് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി പ്രഖ്യാപിച്ചു, മന്ത്രിയല്ല അവിടുത്തെ മറ്റേ KSEB ചെയർമാനോ ആരോ പ്രഖ്യാപിച്ച് തിരിഞ്ഞ് ഞാൻ ആ ന്യൂസ് കണ്ട് ഇപ്പുറത്ത് നോക്കുമ്പോ ജോജോന്റെ പോസ്റ്റർ സ്റ്റാറ്റസ് ഇലക്ട്രിസിറ്റി ബില്ല് ഇനി 0 ആക്കാം. ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് ഞാനത് അംഗീകരിക്കൂലേ? തീർച്ചയായിട്ടും. അതാണ് ഡിഫറെന്റ് അപ്രോച്ച്. എല്ലാ ദിവസവും രാവിലെ ഇലക്ട്രിസിറ്റി ബില്ല് 0 ആക്കാൻ കൊടുത്തിട്ട് കാര്യമില്ല. കൃത്യസമയത്ത് അടിക്കേണ്ട അടിക്കണം. വേൾഡ് കപ്പ് നടക്കുമ്പോ മെസ്സിയെ നമ്മൾ ബ്രാൻഡ് അംബാസഡർ ആക്കും നമ്മുടെ കമ്പനിയുടെ. ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് ചിലപ്പോ അടുത്ത ആളാവും, വിരാട് കോഹ്ലി ആയിരിക്കും. ചിലപ്പോൾ ഹോക്കി നടക്കുമ്പോ ശ്രീജേഷ് ആയിരിക്കും. ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ആർക്കാണോ കപ്പ് കിട്ടിയ അല്ലെങ്കിൽ മെഡൽ കിട്ടിയ അതവരായിരിക്കും നമ്മുടെ. ഓരോ സമയത്തും ഓരോരുത്തരായിരിക്കും. കൊറോണ സമയത്ത് എന്തായിരുന്നു? വേറെ രീതിയിലായിരുന്നു. നമ്മൾ മാസ്ക് കാര്യങ്ങൾ സാനിറ്റൈസേഷനോട് ബന്ധപ്പെട്ടുള്ളായിരുന്നു. ആതിരക്ക് അന്ന് ബ്യൂട്ടി പാർലറല്ലേ, എന്തായിരുന്നു ആതിരയുടെ പ്രൊഡക്റ്റ്? എനിക്ക് മറന്നുപോയി. ക്ലിയർ ആയില്ല. ക്ലിയർ ആയടാ. റേഞ്ച് പ്രശ്നം. ചാറ്റഡ്. ഓരോ സമയത്ത് കൊറോണ സമയത്ത് നമ്മൾ നേരിട്ടിരുന്നപ്പോ ഫുഡിന്റെ ആൾക്കാരാണെങ്കിൽ നമ്മൾ അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് പാഴ്സലിനെ കുറിച്ചായിരുന്നു. ആണോ? ഇവിടെ നമ്മുടെ അജ്മൽ ഉണ്ടായിരിക്കും, അജ്മൽ കൈഫാൻ കുഴിമന്തി. അന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ വൈബ് അടിക്കും എന്നുള്ളതല്ല. ട്രോഫീസ് ആൻഡ് മൊമെന്റോസ്. അതിലേക്ക് പറ്റിയ സാധനമാണ്. അന്ന് ആതിരക്ക് കൊറോണ സമയത്ത് ട്രോഫീസ് മൊമെന്റോസ് വിറ്റുപോയോ? കളിയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് എടുക്കണം. ഓൺലൈനായിട്ട് നമ്മൾ സെല് ചെയ്യണമായിരുന്നു. എന്തിന്? ഓൺലൈനായിട്ട് നമ്മൾ ആളുകൾക്ക് അയച്ചു കൊടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യണമായിരുന്നു. നമ്മുടെ സ്ട്രക്ചർ, നമ്മൾ കസ്റ്റമറോട് സംസാരിക്കുന്ന രീതി, അപ്രോച്ചുകൾ മാറ്റണം. പോയിന്റ് കിട്ടുന്നുണ്ടോ ടോണി? അപ്രോച്ചുകൾ ഞാൻ പറഞ്ഞു. നമ്മൾ ഇൻസ്റ്റാഗ്രാം മാത്രമല്ല ചെയ്യേണ്ടത്. ടോണിയുടെ സെലിബ്രിറ്റി ആയി മാറിയ മകളെ വരെ നമ്മൾ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആക്കി കൊണ്ടുവരും. അല്ലേ? അതൊരു അപ്രോച്ചാണ്. കാരണം അത് ഫേസ് ആളുകൾക്ക് പരിചിതമാണ്. ശരിയല്ലേ? ദാറ്റ് ഷുഡ് ബി ദ അപ്രോച്ച്. ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ, ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ടാഗ് ലൈൻസുകൾ ഒക്കെ മാറ്റി പിടിക്കാം. ഇതും ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നല്ലതാണ്. ആണോ? യെസ്. 4ാമത്തെ ചോദ്യം. ആർ യു ഡൂയിങ് marketing activities or are you creating trust? ഇവിടെ ഇരിക്കുന്നവരൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ജസ്റ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? or are you trying to create trust? നിങ്ങൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? മൈ ക്വസ്റ്റ്യൻ. ഏതാ? നിങ്ങൾ ചുമ്മാ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കുറച്ച് പൈസ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കുറച്ച് പൈസ, എക്സിക്യൂട്ടീവിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ, ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റിയും നിങ്ങളുടെ കസ്റ്റമറുടെ മുകളിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനമായിരിക്കണം. അത് ഓരോ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയും. അനുവിന് പറയാൻ പറ്റുമോ ഞാൻ എത്ര രൂപയുടെ മാർക്കറ്റിംഗ് നടത്തുന്നുണ്ടെന്നുള്ളത്? ഡിജിറ്റൽ മാർക്കറ്റർ ആണ്, അതുകൊണ്ട് ചോദിച്ചാൽ എത്ര മാർക്കറ്റിംഗ് ക്യാഷ് ചെയ്യുന്നതോ? എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഞാൻ മാർക്കറ്റിംഗിന്? 1 month. ഈ മന്ത് വെച്ചോ, ഓഗസ്റ്റില് ഇതുവരെ ഒരു 15,000. ആർക്കെങ്കിലും പറയാൻ പറ്റും ഞാൻ ഈ മാസം എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്? ഒന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. മാർക്കറ്റിംഗിന് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ₹1 എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടില്ല. ഇവിടെ പലരും മാർക്കറ്റിംഗിന് കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിരിക്കുക. ഓഗസ്റ്റ് 15 പരിപാടിക്ക് അഭിരാമ ആദ്യം പൈസ ഫസ്റ്റ് സന്ധ്യയുടെ അടുത്ത് ഞാൻ മേടിച്ചു, രമേശിന്റെ അടുത്ത് മേടിച്ചു, ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ പൈസ മേടിച്ചു. എന്നിട്ട് മുഴുവൻ ഞാൻ തിരിച്ചിട്ടു. ₹1 ഞാൻ കൊണ്ടുപോയിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ₹1 ഞാൻ കൊടുത്തിട്ടില്ല സന്ധ്യ. പക്ഷെ അത് മുഴുവൻ ഞാൻ മാർക്കറ്റ് ചെയ്തു. പിന്നോ അത് റിസൾട്ട് ആയോ, കൺവേർട്ട് ആയോ നിങ്ങളുടെ മുന്നിൽ?
മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പരിപാടിയല്ല, പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതല്ല. നമ്മൾ ട്രൈ ചെയ്യണം, എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം. ഒരു രൂപ ഞാൻ ചെലവഴിച്ചിട്ടില്ല സത്യമായിട്ടും. ഞാൻ പറഞ്ഞ എന്റെ റൂം, ഞാൻ താമസിച്ച റൂമിന്റെ പൈസ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു എന്നല്ലാണ്ട് ഒരു രൂപ ഞാൻ ചെലവഴിച്ചിട്ടില്ല അന്നത്തെ പരിപാടിക്ക്. അന്നത്തെ പരിപാടി എന്ന് പറയുന്നത് 45 പേരുടെ പരിപാടി, നിങ്ങളുടെ കസ്റ്റമർ ഫണ്ടഡ് പ്രോഗ്രാം ആയിരുന്നു. 101%. എനിക്കുള്ള 10 ഫോട്ടോ എടുത്തു. അതിനിടയിൽ കൂടെ ചിലർ രമേഷിനെ പോലെ ചിലർ 10 ഫോട്ടോ എടുത്തിട്ടുണ്ട്. കിട്ടിയോന്ന് അറിയില്ല. കണ്ടക്ടഡ് കിട്ടിയിട്ടില്ല. നിഷ അതിന് സെറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി അല്ല, നമ്മൾ ചെയ്യേണ്ടത് ട്രസ്റ്റ് ആണ്. ഇതേ ആതിര വന്നിരിക്കുന്നു, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാ. അന്നത്തെ പരിപാടി ആതിരയുടെ അടുത്ത് കാശ് ഇങ്ങോട്ട് മേടിച്ചിട്ട് ആതിര ഞാൻ എന്റെ മുന്നിൽ കൊടുത്തിരുത്തിരിക്കുക. ഞാൻ മാർക്കറ്റിംഗ് ആണോ ചെയ്തത്? ഞാൻ അങ്ങോട്ട് പൈസ ഇട്ടിട്ട് ലീഡ് ജനറേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാണോ ചെയ്തത്? ഇല്ല. 21 ഡേയ്സിന്റെ പ്രോഗ്രാമിന് ഞാൻ എത്ര രൂപ ചെലവാക്കി? സീറോ. എന്റെ അടുത്ത് ഡാറ്റാബേസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പലയിടത്തു നിന്നിട്ട് ഡാറ്റാബേസ്. അതിലേക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് 2000 രൂപ ചെലവഴിച്ചു. ഞാൻ സുഷിനോട് പറഞ്ഞു, സുഷിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടടാ. അവർ 2000 രൂപ ചെലവഴിച്ചു. 2000 രൂപ തിരിച്ചു കിട്ടി. ആ പൈസ മുഴുവൻ തിരിച്ചിട്ടു. സീരിയസ്ലി. ഇത് ഞാൻ എന്റെ കൃത്യം പറയാൻ വേണ്ടിയിട്ടല്ല. അവിടെ പലരും പറഞ്ഞു ഇയാളെ തള്ളാൻ വേണ്ടി ഇരിക്കണല്ലേ. ഞാനിത് നിങ്ങൾക്ക് പ്രൂഫ് കാണിച്ചെന്താ. കാരണം ചിലർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബിസിനസ് അറിയോ? നിങ്ങൾ ബിസിനസ് ട്രെയിനർ അല്ലേ, നിങ്ങൾക്ക് ബിസിനസ് അറിയോ? നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്തിട്ടുള്ളത്? ഇതാണ് എന്റെ ബിസിനസ്. എന്റെ മുന്നിലിരിക്കുന്ന 35 പേരാണ് എന്റെ ബിസിനസ്. സീരിയസ്ലി. ഞാൻ അവിടെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്തിനാ ഫ്രീ പ്രോഗ്രാം? ക്രിയേറ്റിംഗ് ട്രസ്റ്റ്. നാളെ എന്തിനാ ഫ്രീ പ്രോഗ്രാം? ക്രിയേറ്റിംഗ് ട്രസ്റ്റ്. മറ്റന്നാ എന്തിനാ വെബ് ലൈവ്? ക്രിയേറ്റിംഗ് ട്രസ്റ്റ്. എന്റെ അറിവ്, എന്റെ നോളേജ് എനിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നതിനുള്ള പരിപാടിയാണ്. ഞാൻ അതിനെന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടോ? നോ. സോ ഡോണ്ട് ഡു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. നിങ്ങൾ ചെയ്യരുത്. ഒരൊറ്റ ആൾ ഇവിടെ മാർക്കറ്റിംഗ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റി നിങ്ങളുടെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കണം. രമേശ് എന്ന് പറയുന്ന വ്യക്തിയുടെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കണം മാർക്കറ്റിംഗ്. രമേശ്. ആഹാ, രമേശ് ഇൻവൈസ് അല്ല, രമേശ് ചന്ദ്രൻ. ഫിജി കാട്ട് എന്നുള്ളത് ബോബി ചെമ്മണ്ണൂർ എന്നുള്ളതായിരിക്കല്ലേ, സന്ധ്യ എന്നായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സന്ധ്യയുടെ സർക്കിളിൽ സന്ധ്യ എന്ന് അറിയപ്പെടണം. ഞാൻ സന്ധ്യയുടെ ടീമിലുള്ള ആൾക്കാർ പറയണം. ബോബി ചെമ്മണ്ണൂർ എന്നിട്ട് പറയണം സന്ധ്യയുടെ ജോയിൻ ചെയ്യരുത്, ഇപ്പുറത്ത് വന്ന് ജോയിൻ ചെയ്ത് പറഞ്ഞാൽ ഇല്ല സാറേ ഞാൻ സന്ധ്യയുടെ ടീമിലുള്ളൂ. ഇതാണ് ട്രസ്റ്റ് ക്രിയേറ്റിംഗ്. വിജയേട്ടൻ ഫർണിച്ചർ കട നടത്തുന്നുണ്ട്, വിജയേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി പറഞ്ഞു. വിജയേട്ടന്റെ കട, വിജയേട്ടന്റെ കമ്പനിക്ക് പേരില്ല. ഇവിടെ ഇരിക്കുന്ന ജുഹൈന നടത്തുന്ന ഷോപ്പ്, ജുഹൈന നടത്തുന്ന ക്ലോത്തിങ്, സിറാജിന്റെ കൺസൾട്ടിങ്. നാളെ ടീം വരണം, ഷംനയുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ. അതിനെന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ക്രിയേറ്റ് ട്രസ്റ്റ്. അതിനെന്ത് ചെയ്യണം? അതിനാ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം സൺഡേ പറഞ്ഞത്, വീഡിയോ ഇട്ട് തുടങ്ങുന്നത് പറഞ്ഞത്. ചെയ്യാൻ ബുദ്ധിമുട്ടാ. ഏത് പരിപാടിക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പൈസ ചെലവില്ലല്ലോ, ഫോണല്ലേ അടിക്കണത്. ഇൻഷോട്ട് ഫ്രീ അല്ലേ, എഡിറ്റ് ചെയ്തൂടെ, ഇട്ടൂടെ. പാട്ട് ഫ്രീ അല്ലേ. എന്താ സമയം വേണ്ടത്? 10 മിനിറ്റ് സമയം എടുക്കണം, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അറിയില്ലേ, സിറാജെ നമ്മൾ എഡിറ്റിംഗും പഠിപ്പിക്കും. ഞാൻ ഇപ്പൊ 2-3 കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലുണ്ടെങ്കിൽ പറയണം. എന്നോട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഒക്കെ ഉള്ളതാണ്. ചാറ്റ് GPT പഠിപ്പിക്കാൻ പറ്റിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ചാറ്റ് GPT പഠിപ്പിക്കാൻ 1 മണിക്കൂർ കൊണ്ട് എന്റെ പിള്ളേർക്ക് ചാറ്റ് GPT പഠിപ്പിച്ചു കൊടുക്കണം. എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ്. നല്ലവരും ഉണ്ടെങ്കിൽ പറയണം. വീഡിയോ എഡിറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കാനുള്ളവരുണ്ട് പറയണം. വീഡിയോ എഡിറ്റിംഗ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കും. ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ വന്നിട്ട് മറ്റേ ഇന്ന വീഡിയോ എഡിറ്ററെ നമ്മുടെ രഞ്ജൻ പ്രമോദിനെ വിളിച്ചോളൂ എന്ന് ഞാൻ പറയുന്നില്ല വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യണം, നമ്മൾ തുടങ്ങണം, നമ്മൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ പണി നമ്മൾ അല്ലാണ്ട് നാട്ടുകാരൊന്നും വരില്ല. നിങ്ങൾക്ക് വേണ്ടി ബ്രാൻഡ് ചെയ്യാൻ ഒരാളും വരില്ല. നിങ്ങൾ തന്നെ വേണം. കാസിംജി പാന്റ് ഷർട്ട് ഇട്ട് നിന്നിട്ട് ഇത് പാറാട്ടിന്റെ വേസ്റ്റേജ് റിമൂവൽ സംഭവം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ട്രസ്റ്റ്. അത് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യണം. അത് കണ്ടിന്യൂസ് ക്രിയേറ്റ് ചെയ്യണം. അത് എന്തുകൊണ്ട്, എങ്ങനെ, WH ക്വസ്റ്റ്യൻ മുഴുവൻ ആൻസർ ചെയ്യണം. വാട്ട്, വെൻ, ഹൗ, വേർ, വൈ ഒക്കെ പറയണം. കസ്റ്റമർ മനസ്സിലാക്കണം. അയ്യോ സാറേ എനിക്ക് റീച്ച് ഇല്ല. റീച്ച് വരുന്നേ, റീച്ചൊക്കെ തന്നെ വരും. ശ്രീത്ത് കേസ് 4 കൊല്ലം മുന്നേ എവിടെയായിരുന്നു? 2 കൊല്ലം മുന്നേ എവിടെയായിരുന്നു? 1 കൊല്ലം മുന്നേ എവിടെയായിരുന്നു?
കഴിഞ്ഞ കൊല്ലത്തെ ലേൺ ബിഫോർ സീസൺ പരിപാടി നടത്താൻ വേണ്ടി ഞാനും നിഷയും കൂടി, ഞാൻ ഒന്നും പറയുന്നില്ല, നിഷ പ്രത്യേകിച്ച് ചക്രശ്വാസം വലിച്ചിട്ടുണ്ട്. ഇത്തവണയോ? ഇത്തവണ സെയിൽസേ ഇല്ല, സെയിൽസ് ടീമേ ഉണ്ടായിരുന്നില്ല. സിറാജിനോട് പറയും, സിറാജ് എന്തായി? സിറാജ് സാറേ 2 പേര് കറക്റ്റ്. സിറാജ് ആരെങ്കിലും ടെലികോളിംഗ് ചെയ്തിട്ടുണ്ടോ? രമേശ് ആരെങ്കിലും ടെലികോളിംഗ് ചെയ്തിട്ടുണ്ടോ? എന്റെ ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സാണ്, ഒരാളും ചെയ്തിട്ടില്ല. 10 മെസ്സേജ് അയച്ചു, വന്നാലും വന്നു. നമ്മൾ ഭയങ്കര ഫ്രീ ആയിരുന്നു. 50 നമ്മൾ ഫിക്സ് ചെയ്തു, 48 പേര് നമ്മൾ അറ്റൻഡ് ചെയ്തു അല്ലേ? 50 പേര് വരുമായിരുന്നു. നമ്മുടെ മുനീർ ഭായിക്കും അഭിരാമിനൊക്കെ വരാൻ പറ്റുമായിരുന്നെങ്കിൽ 50 ഈസി ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യായിരുന്നു ഇല്ല സിറാജ്? എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. നമ്മള് ഒരു ടീമിനെ ഉണ്ടാക്കി. എന്റെ റൈറ്റ് കസ്റ്റമറെ, അതില് രമേശ് എന്റെ സ്വന്തമായി, എന്റെ സിറാജ് എന്റെ സ്വന്തമായി, വിജയേട്ടൻ, അന്ന് കണ്ട വിജയേട്ടൻ വരെ ഇപ്പൊ നമ്മുടെ സ്വന്തമാണ്. ഇന്ന് വരെ ക്ലാസ്സിൽ, ഞാനൊന്നും ക്ലാസ്സിന് പോണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ വന്നിട്ട് എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. എന്തേ? ഒപ്പമുള്ള കൂട്ടുകാരൻ മുന്നിൽ നടക്കുക. രാജേന്ദ്രേട്ടനെ കാണാനില്ലല്ലോ. സീരിയസ്ലി, ദിസ് ഇസ് കോൾഡ് ട്രസ്റ്റ്. അവിടെ കണ്ടു അവിടെ മനസ്സിലായി. അപ്പൊ സിമ്പിൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. വിശ്വാസം അത് തന്നെയാണ് എല്ലാം. വിശ്വാസം അത് തന്നെയാണ് എല്ലാം. അതുണ്ടെങ്കിൽ you will be on the top. You will be on the top. അതില് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞല്ലോ. എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം? നിങ്ങൾ ആദ്യം ഒരു എക്സ്പേർട്ടായിട്ട് സംസാരിച്ചു തുടങ്ങി. എക്സ്പേർട്ട് ആവുക ഓട്ടോമാറ്റിക്കലി. സാധാരണ സിറാജ്, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് സിറാജിന് എക്സ്പേർട്ട് ആവാൻ പറ്റും, മീൻസ് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഒരു എക്സ്പേർട്ട് സിറാജിന് പറ്റും. കാസിം ജി സാധാരണ വേസ്റ്റ് റിമൂവൽ നടത്തുന്ന ഒരു കമ്പനിയുടെ അല്ല, അതിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എക്സ്പേർട്ട് ആവണം. ഡിജിലെ എക്സ്പേർട്ട് ആവണം. അതാണ് സെയിൽസ് മാസ്റ്റർ. നിങ്ങൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ എക്സ്പേർട്ട് ആവണം. നിങ്ങൾ കസ്റ്റമറോട് സംസാരിക്കേണ്ടത് നിങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചല്ല, നിങ്ങളുടെ കമ്പനിയുടെ ബെനിഫിറ്റിനെ കുറിച്ചല്ല, അതിന്റെ ഫീച്ചറിനെ കുറിച്ചല്ല. അതുകൊണ്ട് നിങ്ങളുടെ കസ്റ്റമർക്ക് എന്ത് സൊല്യൂഷൻ കിട്ടുമെന്നുള്ള അഡ്വാൻറ്റേജിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു. അവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്ന അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. എന്താണ് അവന്റെ യഥാർത്ഥ പ്രശ്നം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം ആക്ച്വലി? വേർ ഐ ഷുഡ് ഹെൽപ്പ് യു? വേർ ഐ ഷുഡ് സോൾവ് യുവർ പ്രോബ്ലം? ഇത് ചോദിക്കണം. ട്രസ്റ്റ് അവിടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഹൃദയത്തിന്റെ ഭാഷയിൽ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ എത്രയോ വലിയ ആളായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിലെ എത്രയോ വലിയ സംഭവം ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ എത്ര വലിയ എക്സ്പെർട്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്രയോ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തോരം കാശ് ഉണ്ടായിക്കോട്ടെ, കസ്റ്റമറോട് ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കുക. അവന്റെ ഒപ്പം നിന്ന് സംസാരിക്കുക. ഒരടി താഴെ പോണ്ട, ഒരടി മുകളിലേക്കും വരരുത്. അവന്റെ ഒപ്പം. ഞാൻ ഡിജിലിനോട് ഡാന്ന് വിളിക്കുമ്പോ ഞാനും ഡായാണ്. ഹായ് ബ്രോ എന്ന് സംസാരിക്കാൻ ഡിജിലിനെ അനുവദിക്കണം. അപ്പോഴാണ് ഡിജിലിന് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുള്ളൂ. ഞാൻ കാസിം ജിയോട് നിന്നിട്ട് സംസാരിക്കുമ്പോ, ഞാൻ സാക്കിർ ജിയോട് സംസാരിക്കുമ്പോ, സാക്കിർ ജിയുടെ ഒപ്പം, കാസിം ജിയുടെ ഒപ്പം. പേര് മാത്രമേ കാസിം ജി എന്ന് പറയുന്നുള്ളൂ, ജി എന്ന് കൊടുക്കുന്നുള്ളൂ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഒരേപോലെയാണ്. കാസിം ജിയുടെ ഒപ്പം, ഷംനയുടെ ഒപ്പം, നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോടൊപ്പം. സോ യു ക്യാൻ ക്രിയേറ്റ് ട്രസ്റ്റ്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിന്റെ ചോട്ടിൽ എഴുതാം, നിങ്ങളുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം, വിശ്വാസം അതല്ലേ എല്ലാം. 4 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ ആസ്ക് യുവർ സെൽഫ്. നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ സംസാരിക്കുന്നത് കസ്റ്റമറുടെ ലാംഗ്വേജിലാണോ? നിങ്ങൾ സംസാരിക്കുന്നത് യഥാർത്ഥ കസ്റ്റമർ ആയിട്ടാണോ? നിങ്ങൾ സംസാരിക്കുന്നത് ഡിഫറെന്റ് അപ്രോച്ചിലാണോ? നിങ്ങൾ ആക്ച്വലി മാർക്കറ്റിംഗ് ആണോ അതോ ട്രസ്റ്റ് ക്രിയേഷൻ ആണോ ചെയ്യുന്നത്? ഈ 4 കാര്യം നിങ്ങളെ മാറ്റിയിരിക്കും, ഈ മാറ്റപ്പെട്ടിരിക്കും. 10 മണി 2 മിനിറ്റ് തുടങ്ങിയതിന് 1 മണിക്കൂർ ഞാൻ നിർത്തി. ഞാൻ 10 മണിക്ക് നിർത്തുന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഇവിടെ പലരും വന്നത്. അത് ഞാൻ നിർത്തി. ഇനി ചോദ്യങ്ങളാവാം, ചോദിക്കണം. എനിക്ക് നിങ്ങളുടെ മേലെ ട്രസ്റ്റ് വരണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം,
അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല, ഒരാളെ വിശ്വസിക്കില്ല. ഹലോ സാർ. യെസ്, അനു പറയും. ഓക്കെ, കസ്റ്റമറിന്റെ റൈറ്റ് പ്രോബ്ലം അറിയാനുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ വൈകുന്നേരത്തെ 9 മണിക്ക് നമ്മുടെ ടോപ്പിക് അതാക്കാം. കസ്റ്റമറോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ. വെറും 5 ചോദ്യത്തിൽ നമ്മൾ കസ്റ്റമറെ പ്രശ്നം അറിയും. ഓക്കെ ആണോ? ഓക്കെ. നാളെ വൈകുന്നേരം ടോപ്പിക് പ്രഖ്യാപിച്ചു. സിറാജെ, നാളത്തെ പ്രോഗ്രാമും ഫ്രീ. അതില് ഒരു കാര്യം കൂടെ, ഉം. നമ്മളിപ്പോ ഒരു കസ്റ്റമറിനെ അങ്ങോട്ടാണ് വിളിക്കുന്നത്, കോൾ ചെയ്യുന്നത്. അപ്പൊ അയാളെ കൊണ്ട് അയാളുടെ പ്രശ്നം പറയിപ്പിക്കുന്ന രീതിയിലോട്ട് എങ്ങനെ അതിനെ കൊണ്ടെത്തിക്കാവുന്നത് കൂടെ. കാരണം നമുക്ക് പല ആൾക്കാർ എടുക്കുമ്പോൾ തന്നെ പേര് പറയും പോലും മടി കാണിക്കുന്നവരെ അവരിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് അയാളിലേക്ക് ചോദിക്കാം. അനു, ഞാൻ 3 കൊല്ലം പഠിച്ചു ഈ ഒരു ഉത്തരം കിട്ടാൻ. 3 കൊല്ലം പഠിച്ചു. അതിന് ആറ്റിക്കുറുക്കിയിട്ട് 1 കൊല്ലം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് രമേശിനൊക്കെ ഞാൻ അവിടെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് എഴുന്നേൽപ്പിക്കുന്നത്. ടോണിയൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ടോണി ഞാൻ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, എന്താണെന്ന് ഉത്തരം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടാ. അതിപ്പോ നാളെ വൈകുന്നേരത്തെ 1 മണിക്കൂറിനുള്ളിൽ പ്രതീക്ഷിക്കരുത്. പക്ഷെ ഞാൻ ടിപ്പ് ഇട്ടുതരാം. ഓക്കെ, ചോദിച്ചോ. ഏതാണ്? നാളെ അല്ലേ? ചോദ്യങ്ങൾ നാളെ വൈകുന്നേരം രാത്രി 9 മണിക്ക്. യെസ്, വരിക. ഞാൻ പ്രതീക്ഷയാണ്. ഈ ഒരാളെ ഞാൻ പ്രതീക്ഷ വരട്ടെ. സാറേ, ഇന്നത്തെ ഈ വൈകുന്നേരം 9 മണിയുടെ സെഷൻ നമുക്ക് റെക്കോർഡിങ്സ് അവൈലബിൾ ആണോ? 1 മിനിറ്റ്, റെക്കോർഡ് ചെയ്യണ്ടോ നോക്കട്ടെ. ഉണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എനിക്ക് തുടക്കം മുതൽ കേൾക്കാൻ പറ്റില്ല, വേറൊരു സൂം മീറ്റിംഗിൽ കയറി പെട്ടുപോയി. നല്ല ക്ഷീണത്തിലാണല്ലോ ആള്. 10 മണിക്ക് അധ്വാനത്തിന്റെ പുറത്താണല്ലോ. ആ ഫോട്ടോ ഞാൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. രമേശ് ജി, നമ്മുടെ ഓഗസ്റ്റ് 15-ാം തീയതി പ്രോഗ്രാം ശരിക്കും വിറ്റത് ആരാന്നറിയുക? ഇരിക്കണ സന്ധ്യ. ഇന്ന് ഹാള് ഫുള്ള്. സന്ധ്യ അവിടെ തെമർത്തുപടി ആ താണ്ഡവായിരുന്നു അവിടെ. ഞാൻ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ആണോ ആതിര? ഞാൻ ഇന്ന് സാറിന്റെ ഹനുമാനം വിറ്റു. ഞാനിത് എവിടെ പോയിട്ട് പുതുത് കണ്ടുപിടിച്ചിട്ട് വരുന്നത്? ഒരു കഥ പുറത്തു പറയാൻ പറ്റില്ലല്ലോ. ഇത് രമേശ് പിഷാരടി മറ്റേ ഇതിൽ പറഞ്ഞ പോലെ ഒരു സാധനം പുറത്തു പറയാൻ പറ്റില്ല. അപ്പൊക്കെ അത് പിറ്റുണ്ടാവും. അനിത മെസ്സേജ് അയച്ചിരിക്കുന്നു അദ്ദേഹം. ഓക്കെ, 100 പേരുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആ ഒരു കഥയ്ക്ക് ശരിക്കും ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റിയില്ലേ? ഭയങ്കര ഡയമെൻഷനുള്ള കഥയാണ് സാറേ, ഭയങ്കര ഡയമെൻഷനുള്ള കഥയാണ്. ഈ ഒരു കഥ കേൾക്കണം നിങ്ങൾക്ക്. ഈ കഥ എനിക്ക് സജസ്റ്റ് ചെയ്തത് ആരാ അറിയോ? കഥ എന്നോട് പറഞ്ഞു തരാൻ അറിയോ? എന്റെ സ്വന്തം അമ്മയാണ്. എന്നിട്ട് അമ്മ എനിക്ക് വീഡിയോ അയച്ചു. സാധാരണ അമ്മ എനിക്ക് ഗ്രൂപ്പിൽ കുറെ മറ്റേ രാവിലെ തൊട്ട് ഉപദേശത്തിന്റെ കുറെ വീഡിയോ ഇടും. ഇന്ന് ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ജീവിക്കാൻ അങ്ങനെ വേണം, ഇങ്ങനെ. ഞാൻ അതൊന്നും തിരിഞ്ഞു നോക്കില്ല. ഓക്കെ, പക്ഷെ അമ്മ എന്നോട്, ഞാൻ നാട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞു, എടാ എനിക്കൊരു കഥ കേട്ടു, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിനക്ക് വല്ല ഉപകാരപ്പെടും നോക്കുന്നു പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞത് രാമായണത്തിന്റെ കഥ മാത്രമാണ് ബേസിക്കലി. പക്ഷെ അതിൽ നിന്ന് ബിസിനസ് ഇതിലേക്ക് ഉണ്ടായത് ഞാനാണ്. അതിന്റെ ബുദ്ധിയാണ്. പക്ഷെ അതാണ്, ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ആളുകളുടെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും. അത് രാമായണം ഒന്നുമല്ല, 15-ാം തീയതി വരെ ചിന്തിക്കാതിരുന്ന ഒരു കാര്യം. അതെ, കറക്റ്റാണ്. എത്ര അല്ലേ, വെറുതെ അല്ല നമ്മുടെ നാട്ടിൽ സപ്താഹത്തിന്, അതുപോലെ ഈ ഖുർആൻ പരിഭാഷ, ബൈബിൾ പരിഭാഷ, ഭഗവത്ഗീത പരിഭാഷ. ആളുകൾ എന്തുകൊണ്ട് വെച്ചാൽ എല്ലാം ഡയമെൻഷൻസ് ആണ്. സെയിൽസിന് ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കണം? എത്ര ആൾക്കാരുടെ സെയിൽസ് ട്രെയിനേഴ്സ് ഉണ്ട്? പരിഭാഷകളാണ്. പറഞ്ഞു, അടുത്തത് വരട്ടെ. നോ ക്വസ്റ്റ്യൻസ്. ആരൊക്കെ കേറിയിരിക്കണം നോക്കട്ടെ, ആരെയും കണ്ടില്ലെന്ന്. സാറേ, ഒരു കാര്യം കൂടി പറയാം. പറഞ്ഞു. ശ്രീജിത്ത് സാറിന്റെ മെന്റർഷിപ്പിന് കേൾക്കാൻ ഓഡിബിൾ ആണോ? ഉണ്ട്, കേട്ടോളൂ, പറഞ്ഞു. ശ്രീജിത്ത് സാറിന്റെ മെന്റർഷിപ്പിന് പേയ്മെന്റ് കൊടുക്കാത്തവരൊക്കെ ഇന്ന് തന്നെ പേയ്മെന്റ് കൊടുത്തോ. കാരണം നമുക്ക് സുഖമായിട്ടത് എൻകാഷ് ചെയ്യാൻ പറ്റും. തിരിച്ചു പിടിക്കാന്നല്ലോ ഉദ്ദേശിച്ചത്? സുഖമായിട്ട് തിരിച്ചു പിടിക്കാം. 12-ാം തീയതി പൈസ തന്നിട്ട് 22-ാം തീയതി ആകുമ്പോഴേക്ക് പൈസ 4 ഇരട്ടിയാക്കിയ ആളല്ലേ? 4 അല്ല 5 ഇരട്ടിയാക്കി എനിക്കറിയാം. ഞാനിന്ന് 40,000 ക്രോസ് ചെയ്തു.
വെരി ഗുഡ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് മനസ്സിലാവണം. 1500-ലല്ല കളി, അപ്പുറത്ത് 4000-ന് കളി നടക്കുന്നുണ്ട് അല്ലേ? ഇനി അതൊരു ധൈര്യമാണ് സാറേ എന്നെ സംബന്ധിച്ച്. അതായത് ഒരു ഫോൺ കോളിന്റെ അപ്പുറത്ത് ശ്രദ്ധിക്കാറുണ്ടെന്നുള്ള ഒരു ധൈര്യമാണ്. താങ്ക് യു. സാധാരണ താങ്ക് യു പറയാറില്ല, കൺഗ്രാറ്റ്സിലാണ് നിർത്തല്. മെന്റർഷിപ്പ് ഒന്നും എടുത്തില്ലെങ്കിലും നമ്മളൊപ്പം കുറച്ചു കാലം യാത്ര ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനിൽ ഇരുന്നാൽ തന്നെ പലർക്കും പല മാറ്റങ്ങളും വരും. അതിനൊരുപാട് പൈസ, ഈ പൈസ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ടെൻഷനാണ്. 5000, 10000, 50000 രൂപയുടെ പ്രോഗ്രാം മെന്റർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടലാണ്. ഒന്നും വേണ്ട. ഞാനതിന് വേണ്ടാന്ന് പറയില്ല, കാശിട്ടേ വേണ്ടെന്ന് പറയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി കാശില്ലാത്തവര്, കാശില്ലാന്ന് ചിന്തിക്കുന്നവര്, അത് ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റിയിരിക്കുന്നത്, ഞാൻ 5 സീറ്റ് ഒഴിച്ചിട്ടുണ്ട് മെന്റർഷിപ്പിന്. 5 സീറ്റ് ഇവിടെ 5 പേരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 5 പേര് എന്റെ അടുത്ത് വരും. അത് പക്ഷെ ഈ മാസം വരണമെന്നില്ല, അടുത്ത മാസം വന്നിരിക്കും. അതിനുള്ള പണി ഞാൻ വയ്ക്കും. രമേശിച്ചിരിക്കേണ്ട, ഒന്ന് താങ്കൾ തന്നെയാണ്. പറയും. നിങ്ങളൊക്കെ എല്ലാരും ചോറിട്ടില്ലേ രാത്രിത്തെ? അത് അല്ല സാർ, ഞാൻ ചോറല്ല, ഞാൻ ചപ്പാത്തിയാണ് കഴിക്കണത്. വിശന്നിരിക്കുകയാണ് ഞാൻ. പറയ്, ചോദ്യങ്ങൾ ചോദിക്ക്. അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം രാത്രി 9 മണിക്ക്. സുഷിനെ, ഇതൊന്നും ശരിയല്ലടാ. അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റപ്പോ തിന്ന് കാണിച്ചുകൊണ്ടിരിക്കണത്. രാമേന്ദ്രൻ നല്ലതാ. നീ പാഴ്സൽ മേടിച്ചത് കഴിച്ചു, ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട്. രാമേന്ദ്രേട്ടാ കഴിച്ചോ വല്ലതും? ഞാൻ റെക്കോർഡ് ഓഫാക്കാം, ഒരു മിനിറ്റ്.